അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ദൈവവേദലേ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ യാത്ര, നിന്റെ ചിന്തകൾ, നിന്റെ ആലോചനകൾ, നീ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവവേദലേ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. നീ ആരെ കോണ്ടാക്ട് ചെയ്യുന്നുവോ, ആരോട് ഫോണിൽ സംസാരിക്കുന്നുവോ, എവിടെ കൊണ്ട് നീ സഞ്ചരിക്കുന്നുവോ, എന്തിനു വേണ്ടി സഞ്ചരിക്കുന്നുവോ, നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈശോ കടകമ്പോളങ്ങൾ നടത്തുന്നവർ, ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, ശിഷ്ടരോഗങ്ങൾ, മുഴ വരുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ അരിമ്പാറ മുതൽ ചിരങ്ങ് മുതൽ ചൊറി വരെ
ത്വക്കിലുണ്ടാകുന്ന രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഇന്ന് നിൻ്റെ യാത്രകൾ, ഇന്ന് നിൻ്റെ ചിന്തകൾ, നിൻ്റെ സംസാരങ്ങൾ, നിൻ്റെ ചെയ്തികൾ, നിൻ്റെ എഴുത്തുകൾ, തീരുമാനങ്ങൾ കർത്താവ് ആശീർവദിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കണ്ടിന്യൂറ്റി എന്ന് ഞാൻ പണ്ട് പറയത്തില്ലേ, കണ്ടിന്യൂറ്റി. നിങ്ങളത് പ്രെയർ ചെയ്യുമ്പോഴേ കണ്ടിന്യൂറ്റി, തുടർച്ച അത് ദൈവത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റാണ്. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പ് വരത്തില്ലേ, അപ്പോൾ ആ സാധനം ഡാമേജ് കണ്ടിന്യൂ. അതായത് ഉദാഹരണത്തിന് ഇപ്പം എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്താ പറയണത്, തന്നെ പരിത്യജിച്ച് ദിവസേന എന്നല്ലേ 9:23 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അതായത് ഇതിൻ്റെ അകത്ത് ഇന്റർവെല്ലും ഗ്യാപ്പൊന്നുമില്ല. എല്ലാ ദിവസവും കർത്താവ് പറഞ്ഞു ഓരോ ദിവസത്തിനും അതിൻ്റെ കുരിശുണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ അത് ഈശോയുടെ മേലെടുക്കണം. പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ആർക്കും കുരിശുണ്ടാകത്തില്ല. എല്ലാവർക്കും അനുദിന കുരിശുണ്ട്. അത് യേശുവിൻ്റെ നാമത്തിൽ എടുക്കണമെന്നുള്ളതാണ്. അങ്ങനെ എടുക്കുന്നതിന് ഈ ആഴ്ചയിൽ എടുത്ത് അടുത്ത ആഴ്ച എടുക്കണില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കണില്ല എന്നാണ്, ടോട്ടലായിട്ട് എടുക്കണില്ല എന്നാണ് എൻ്റെ അർത്ഥം. അതാണ് ഈ അനുദിനം എന്നുള്ള വാക്ക് കർത്താവിൻ്റെ അകത്ത് കൂട്ടിച്ചേർക്കാൻ കാര്യം. അനുദിനം. അപ്പം ഈ ആഴ്ച കുരിശെടുത്ത് 2 ദിവസം കുരിശെടുത്തില്ല, അത് വിധിയാണ്, നരകമാണ്, ആരെയും കണി കൊണ്ടുവന്ന് ഇറങ്ങിയെന്ന് അറിയാൻ പാടില്ല. എന്തൊരു കഷ്ടമാണ്. ഇങ്ങനെ പ്രാഗി എടുക്കും. പിന്നെ ശനിയാഴ്ച ഒരു ബോധം വരുമ്പോൾ അയ്യോ കർത്താവ് സോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ കുരിശ് കർത്താവിൻ്റെ പേരിലെടുക്കും. അപ്പം അങ്ങനെ ഇതിൻ്റെ ഗ്യാപ്പ് വരരുത്. അത് ഭയങ്കര, അത് ഗ്യാപ്പ് വരാൻ ഇപ്പം തന്നെ ഉദാഹരണത്തിന് ഈ സ്നേഹത്തിൽ നിലനിൽക്കുക എന്ന് ഈശോ പറഞ്ഞില്ലേ, അത് കുരിശിൽ നിലനിൽക്കുന്നതിനാണ് സ്നേഹം നിലനിൽക്കുന്നത് പറയണത്. മനസ്സിലായോ? നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പം നിങ്ങൾക്കും പോസ്റ്റ് അത് ഭയങ്കര സന്തോഷകരമായ അല്ല. യോഹന്നാൻ 15:9 നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പൊ ആ കൽപ്പനയിലുള്ള എന്താണ്? ഈ നിലനിൽപ്പിന്റെ കൽപ്പന ഏതാണ്? അനുദിനം എന്നെ സ്നേഹിക്കുന്നവൻ അല്ലേ? 9:23 അങ്ങനെ കിടക്കണം. എന്നെ അനുഗമിക്കുന്നവൻ സ്വയം പരിചയിച്ച് അനുദിനം തൻ്റെ കുരിശെടുത്തുകൊണ്ട്. അപ്പം അനുദിനം ഈ കുരിശെടുത്തുകൊണ്ട് പോണത് തന്നെയാണ് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത്. അല്ലാതെ 10 കൽപ്പന പാലിച്ച് ജീവിക്കണ കേസല്ല ഇത്. അനുദിനം ഇപ്പോൾ വൈഫിൽ നിന്നുണ്ടാകും കുരിശ്, ഭർത്താവിൽ നിന്നുണ്ടാകും, മക്കളിൽ നിന്നുണ്ടാകും, അയൽവാസിയിൽ നിന്നുണ്ടാകും, സ്വന്തം ശരീരത്തിൽ നിന്ന് രോഗങ്ങളുടെ കുരിശുണ്ടാകും. അനുദിനം ഈ കുരിശെടുത്തുകൊണ്ട് ക്രിസ്തുനാമത്തിൽ സഞ്ചരിക്കുന്നതാണ് സ്നേഹത്തിൽ നിലനിൽക്കുന്നത്. മനസ്സിലായ? അപ്പോൾ സ്നേഹത്തിൽ നിൽപ്പും അനുദിന കുരിശും, അതായത് ലൂക്ക 9:23 യോഹന്നാൻ 15:9 ഒരേ ആശയമാണ്. അപ്പം എന്തെങ്കിലും കുരിശ് കയ്യിലുണ്ടെങ്കിലേ അത് യേശുനാമത്തിൽ അങ്ങോട്ട് വരവ് വെച്ചാൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ പറ്റും. ഓക്കെ അല്ലേ? താങ്ക് യു. എൻ്റെ പേര് ആലീസ് അബ്രാഹാം. ഞാൻ UK നിന്ന് വരുന്നു. ഞാൻ സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ് യാക്കോബിറ്റ് ഇടവക അംഗമാണ്. എനിക്ക് കിട്ടിയ സാക്ഷ്യത്തെക്കുറിച്ച് പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. മാതാവും പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും പരിശുദ്ധ ആത്മാവും എൻ്റെ ജീവിതത്തിൽ തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ ഈ അതിവിശുദ്ധമായ അൾത്താരയുടെ മുമ്പിൽ നിൽക്കുന്നത്.
ഞാൻ 17 വർഷമായിട്ട് സൗദിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അന്നേരം എൻ്റെ ഹസ്ബൻഡും കൊച്ചും നാട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ചേട്ടായിയുടെയും കുഞ്ഞുങ്ങളുടെയും കൊച്ചിൻ്റെ കൂടെ ഒരുമിച്ച് ജീവിക്കാനും കടങ്ങൾ വീട്ടുവാനും വേണ്ടി. ആ സമയത്താണ് 4-5 വർഷമായി ഞങ്ങൾ കാനഡയ്ക്ക് പോകാനായിട്ട് എല്ലാം ചെയ്ത്, പക്ഷേ കൊറോണ മൂലം അത് ക്യാൻസലായിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് UK പോകാനായിട്ട് ദൈവത്തിൻ്റെ ഒരു വലിയൊരു കൃപ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ UK പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പ്രൈവറ്റ് കെയർ ഹോമിൽ കെയർ അസിസ്റ്റൻ്റ് ആയിട്ടാണ് എനിക്ക് ജോലി കിട്ടിയത്. പക്ഷേ അവിടെ ഭയങ്കരമായിട്ടും കഷ്ടപ്പാടും ദുരിതങ്ങളും ആയിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ചേട്ടായിയുടെ കൂട്ടുകാരൻ്റെ വൈഫ് ഞങ്ങളെ വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ ബീനയ്ക്ക് NHS ജോലി കിട്ടി, ചേട്ടൻ അപ്ലൈ ചെയ്യ്, ഞാനെല്ലാം പറഞ്ഞു തരാമെന്ന് പറയണത്. അപ്പോൾ ബീന എല്ലാ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൊച്ചിന് പറഞ്ഞു കൊടുത്തു. ബീന അന്ന് 12 മണി രാത്രി 12 മണി 1 മണിയായപ്പോൾ ഡ്യൂട്ടിയിലായിരുന്നു. കൊച്ചിന് പറഞ്ഞ് ലാപ്ടോപ്പിൽ എങ്ങനെയാണ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൊച്ചിന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ കൊച്ച് അതെല്ലാം അപ്ലൈ ചെയ്തു. ഞങ്ങൾ 85 ആപ്ലിക്കേഷൻ അയച്ചു. അതിൽ 2 ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് വന്നു. അപ്പോൾ ഒരു മെൻ്റൽ ഹെൽത്ത് ഹോസ്പിറ്റൽ വർത്തിങ്ങിൽ ഞങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് വന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ചോദിച്ചു സ്പോൺസർഷിപ്പ് ഉണ്ടോയെന്ന് ഇമെയിൽ വിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സ്പോൺസർഷിപ്പ് കൊടുക്കുന്നില്ല എന്ന്. അപ്പോൾ ആ സമയത്താണ് ഞങ്ങളുടെ കെയർ ഹോമിൽ ഒരു CQC പ്രോബ്ലം മൂലം ആ കെയർ ഹോം ക്ലോസ് ചെയ്യാമെന്ന് അറിയുന്നത്. ഞങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് പേപ്പർ തന്നു. ഞങ്ങളാകെ വിഷമിച്ചു, പ്രാർത്ഥിച്ചു, കണ്ണീരോടെ മാതാവിനോട് പ്രാർത്ഥിച്ചു. ആ സമയങ്ങളിൽ ഞാൻ മാതാവിൻ്റെ ഫോട്ടോ ഞാൻ വീട്ടിലുണ്ട്. ആ ഫോട്ടോയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവ് ഈ ജോലി എനിക്ക് എങ്ങനെയെങ്കിലും തരണമെന്ന്. അപ്പം എൻ്റെ മോൻ പറഞ്ഞു, മമ്മി ഇത് ഇൻ്റർവ്യൂ പാസ്സായാലും ഇല്ലെങ്കിലും മമ്മിക്ക് എങ്ങനെയാണ് ജോലി കിട്ടണേ, സ്പോൺസർഷിപ്പ് അവർ കൊടുക്കുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് മമ്മിക്ക് ജോലി കിട്ടണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് എനിക്ക് എങ്ങനെയെങ്കിലും തരും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കതറിയില്ല, പക്ഷേ എൻ്റെ മാതാവ് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓടമ്പടി കാശ് രൂപവും ഓടമ്പടി ഉപ്പും തൈലവും വെച്ച് ഞങ്ങൾ എന്നും രാവിലെ വൈകിട്ടും എന്നും മുട്ടിപ്പായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ഈ കുഞ്ഞുങ്ങളും പ്രാർത്ഥിക്കുകയും മോള് എന്നും മാതാവ് പറഞ്ഞു കൊടുക്കും, മാതാവിനോട് പ്രാർത്ഥിക്കും മോളെ എന്ന് പറയുമ്പോൾ കൊച്ചു മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കും. ഇപ്പം ഞങ്ങൾ ഒരു ദിവസം എന്തെങ്കിലും ക്ഷീണം അല്ലെങ്കിൽ അസുഖം കാരണം ഞാൻ പ്രാർത്ഥിക്കാതിരുന്ന മോള് വന്ന് വിളിക്കും, അമ്മ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കണ്ടേ എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിൽ കൊച്ചിരുന്ന് കരയുമായിരുന്നു. അങ്ങനെ മോള് വന്ന് ഞങ്ങൾ വിളിപ്പിച്ച് മോള് പറയുമായിരുന്നു പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങളുടെ കെയർ ഹോം കൂട്ടണം കൊണ്ട് ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് പോയി. ആ ദിവസം വന്ന് ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. 10 മണിക്ക് ഞങ്ങൾക്ക് എത്തേണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയത്. അപ്പം ഞാൻ ചേട്ടായിയോട് പറഞ്ഞു, നമുക്ക് ഈ സഹനങ്ങളും കഷ്ടങ്ങളും എല്ലാം തരുന്നത് ഈ ജോലി എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം ചേട്ടായി പറഞ്ഞു, നിനക്ക് എങ്ങനെ ജോലി കിട്ടും, അത് ഇൻ്റർവ്യൂ പാസ്സായാലും സ്പോൺസർഷിപ്പ് അവർ കൊടുക്കുന്നില്ലല്ലോ, പിന്നെ നിനക്ക് എങ്ങനെ ജോലി കിട്ടും. അപ്പം ഞാൻ പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല, പക്ഷേ എൻ്റെ മാതാവ് എനിക്ക് തരും, അതുകൊണ്ടാണ് ഈ സഹനങ്ങളെല്ലാം എനിക്ക് തരണേന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ പള്ളിയിലുള്ള എബിൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഞങ്ങളെ ഇൻ്റർവ്യൂവിന് കൊണ്ടുപോയി. അപ്പോൾ എബിൻ പറഞ്ഞു, ഞാൻ 10-15 വർഷമായിട്ട് ഇതുവരെയും അവിടെ ഒരു സ്പോൺസർഷിപ്പ് കൊടുക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, എന്നാലും നിങ്ങളുടെ കെയർ ഹോം പൂട്ടുകയല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂവിന് പോകണമല്ലോ, അപ്പോൾ ഇവിടെ ഇൻ്റർവ്യൂവിന് പോയിക്കോ, അതൊരു എക്സ്പീരിയൻസ് ആവുന്നല്ലോ എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂവിന് പോകുന്നത്. അവിടെ ചെന്ന് ഞങ്ങളെ എല്ലാവരെയും ഇൻ്റർവ്യൂവിനുള്ള എല്ലാവരെയും അകത്ത് കയറ്റി മേട്ടൻ ആദ്യം പറയുന്ന ഇവിടെ സ്പോൺസർഷിപ്പ് കൊടുക്കുമെന്നാണ് പറയണത്. അപ്പോൾ എനിക്കൊരു സംശയം, ഞാൻ കേട്ടത് ശരിയാണോ ഇല്ലയോ എന്ന്. അപ്പോൾ അടുത്തിരുന്ന കൊച്ചിനോട് ചോദിച്ചു, സ്പോൺസർഷിപ്പ് കിട്ടുമെന്നല്ലേ കൊടുക്കുമെന്നല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അന്നേരം മനസ്സിലായി, അമ്മ എൻ്റെ കൂടെയുണ്ട്, എനിക്ക് വേണ്ടിയിട്ടാണ് ഈ നിയമം മാതാവ് മാറ്റി എഴുതിയതെന്ന് മനസ്സിലായി. കാരണം എല്ലാവരും പറഞ്ഞു ആദ്യമായിട്ടാണ് അവിടെ ഒരു സ്പോൺസർഷിപ്പ് കൊടുക്കണേന്ന്. അപ്പോൾ ഞാൻ 8 പേര് ഇൻ്റർവ്യൂവിനുണ്ടായിരുന്നു. അപ്പോൾ എക്സാമിനർ എല്ലാം ഓരോരുത്തരെ 2 പേരും വെച്ച് ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് എക്സാമിന് പോയി. അപ്പം ഞാൻ ചേട്ടായിയോട് വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടായി നന്നായി പ്രാർത്ഥിച്ചോ, ഇവിടെ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്, നന്നായി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാനും ഈ ഉടമ്പടി കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചു. ഹോസ്പിറ്റലിൽ ഞാൻ ആദ്യം കയറുന്നതിന് മുമ്പ് ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഞാൻ ഡോറിലിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ കയറിയത്. അപ്പോൾ ചേട്ടായി ഫോൺ എടുക്കാൻ പുറത്ത് പോയപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഡിജി ചേട്ടൻ
വന്ന് എന്നാ ചെറിയാച്ചാ കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചേട്ടായി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയാ പ്രശ്നങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ മേട്ടറും വന്നിട്ട് ചോദിച്ചു, ആടെ ഹസ്ബൻഡാണ് ഈ പുറത്ത് നിൽക്കുന്നത്, അവർ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ റൂമിൽ കയറുന്ന സമയത്ത് ഞാൻ ഉടമ്പടി ഉപ്പും കാശ് രൂപത്തിൽ കൈ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ചേട്ടായി എന്നോട് പറഞ്ഞു, നീ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ സ്മാർട്ടായിട്ട് നിൽക്കണം, സ്റ്റഡി ആയിട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. എങ്കിൽ പോലും ഞാൻ അതൊന്നും നോക്കാതെ കാശ് രൂപത്തിന് കൈ വിടാതെ കാശ് രൂപം പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോൾ എനിക്ക് കാണാമായിരുന്നു ചേട്ടായി ആ റൂമിൻ്റെ കോറിഡോറിൽ നിന്ന് കാശുരൂപവും ചേട്ടായി കൈ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നത്. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, അറിയാവുന്നതൊക്കെ പറഞ്ഞു, പക്ഷേ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് അതുപോലെ നിറവേറട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ ചെന്നു, ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പോണതിന് മുമ്പ് ഞാൻ ഇവിടെ സാക്ഷ്യങ്ങളും ഡെയിലി ബ്രെഡും പിന്നെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം എല്ലാം കൂടിയിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയത്. 2 ദിവസം കഴിഞ്ഞ് എനിക്ക് ഇൻ്റർവ്യൂവിന് സെലക്ഷനായെന്ന് പറഞ്ഞ് ഇമെയിൽ വന്നു. അതേസമയം തന്നെ ഞാൻ വേറെ ഒരു നേഴ്സിംഗ് ഹോമിൽ ഇൻ്റർവ്യൂവിന് പോയായിരുന്നു. അവിടെയും ഞാൻ ഉടമ്പടി ഉപ്പിട്ട് കാശുരൂപം പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇൻ്റർവ്യൂവിന് പോയത്. അപ്പോൾ ഈ നേഴ്സിംഗ് ഹോമിൽ പ്രൈവറ്റ് സാലറി നല്ലതുണ്ട്, ഒരു നേഴ്സിംഗ് ഹോമിൽ എനിക്ക് മെഡിക്കേഷൻ കൊടുക്കാനായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ഉടമ്പടി എടുത്തപ്പോൾ ചേട്ടായി പറഞ്ഞു, എനിക്ക് NHSൽ ഗവൺമെൻറ്റിൽ ജോലി കിട്ടണമെന്ന് ഉടമ്പടിയിൽ വെച്ചായിരുന്നു. അതുപോലെ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു, 1 വർഷത്തിനുള്ളിൽ എനിക്ക് NHSൽ ജോലി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ NHSൽ സാലറി കുറവാണെങ്കിലും ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ച പ്രകാരം തന്നെ ഞങ്ങൾ NHSൽ ജോലിക്ക് കയറി. അതിനുശേഷം ഞങ്ങൾക്ക് ഒത്തിരിയേറെ കഷ്ടപ്പാടും ദുരിതങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അതെല്ലാം ഞങ്ങളുടെ എല്ലാം തീർക്കാനുള്ള പൈസകളൊക്കെ മാതാവ് തരുന്നത്. പക്ഷേ ആ സമയത്ത് ആർക്ക് എത്രയാണോ കൊടുക്കേണ്ടത് ആ പൈസ ഞങ്ങൾക്ക് എവിടെന്നെങ്കിലും മാതാവ് ഞങ്ങളുടെ കൈകളിൽ എത്തിക്കും. ഞങ്ങൾ എന്നും മാതാവിൻ്റെ രൂപത്തിൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ ചേട്ടായി പറയും, നീ ആ മാതാവിൻ്റെ ഫോട്ടോയിൽ കൈവച്ചായിട്ട് ചെളിയാക്കാതെ. അപ്പോൾ ഞാൻ പറയും, ഞാനും മാതാവും തമ്മിലൊരു ബന്ധമുണ്ട്, ഞാൻ അതിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാതാവ് എനിക്കത് തരുമെന്ന് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചേട്ടായി ഒരു നേഴ്സിംഗ് ഹോമിൽ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. ഇൻ്റർവ്യൂവിന് ചെന്നു. ചേട്ടായിക്ക് ഇംഗ്ലീഷൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ചേട്ടായിനെ ആദ്യം അവർ സെലക്ട് ചെയ്തില്ല. എങ്കിലും ഞങ്ങൾ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞു, സാരമില്ല ചേട്ടായി, നമുക്ക് വേറെ എന്തെങ്കിലും വഴി ദൈവം കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഞങ്ങൾ പോകാനായിട്ട് തിരിഞ്ഞപ്പോൾ അവിടെ മലയാളി ഒരു സ്റ്റാഫ് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെ മാനേജർ വിളിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ചേട്ടായി തിരിച്ച് മാനേജറിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ മാനേജർ ഇംഗ്ലീഷിൽ സംസാരിച്ചു. അപ്പോൾ ആ മലയാളി സ്റ്റാഫ് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്നിട്ട് മാനേജർ പറഞ്ഞു, നിങ്ങൾ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യുമോയെന്ന് ചോദിച്ചു. അപ്പോൾ അന്നേരം ചേട്ടായി പറഞ്ഞു, ഞാൻ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ ചേട്ടായി അവിടെ ആൻസർ പറഞ്ഞു. ചേട്ടായിയുടെ അമ്മേനെ അപ്പനെ എങ്ങനെയാണോ നോക്കിയത് ആ രീതിയിലുള്ള ആൻസറുകളാണ് ചേട്ടായി കൊടുത്തത്. ദൈവത്തിൻ്റെ വലിയ കൃപയാലും ചേട്ടായിക്ക് ഇംഗ്ലീഷൊന്നും അറിയില്ലെങ്കിലും അവിടെ മാനേജർ ദൈവത്തിൻ്റെ വലിയ അത്ഭുതത്താലും മാതാവിൻ്റെ കൃപയാലും ചേട്ടായിക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിച്ചു. അതിനുശേഷം ഇന്നേ വരെ അവിടെ ഇംഗ്ലീഷ് അറിയാത്ത ഒരു ആളെയും ജോലിക്കെടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങൾ എൻ്റെ CBT OSCE എക്സാം തന്നെ ഇതുമാതിരി ഭയങ്കര പാടായിരുന്നു. ഞാൻ CBT എക്സാമിന് വേണ്ടി പോയപ്പോൾ കാശുരൂപവും ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ പോയത്. ഞാൻ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിലും കീപാഡിലും പിന്നെ മൗസിലും ഉടമ്പടി തൈലവും ഉപ്പും വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് പാട്ട് എളുപ്പമായിരുന്നു, പാട്ട് ബി ഭയങ്കര വിഷമമായിരുന്നു. ഒരു 100 ക്വസ്റ്റ്യനിൽ 10-15 ക്വസ്റ്റ്യൻ മാത്രമേ അറിയാവുന്നുണ്ടായിരുന്നുള്ളൂ. ഞാൻ എല്ലാ എക്സാം കഴിഞ്ഞ് അവർ എക്സാമിനർ വന്ന് ഇത് ക്ലോസ് ചെയ്യണ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഉടമ്പടി കാശുരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അന്നേരം അവരെന്നെ നോക്കി ചിരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി റിസൾട്ട് മേടിക്കാൻ നേരത്ത് എൻ്റെ കയ്യിൽ
പാർട്ട് ബി പാസ്സായി എന്ന് പറഞ്ഞ് ഒരു പേപ്പർ തന്നു. അപ്പോൾ അടുത്ത പേപ്പർ ഞാൻ തുറന്നു നോക്കിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു പാർട്ട് എ ഞാൻ തോറ്റുപോയി, എൻ്റെ മാതാവ് സാരമില്ല, എന്നാലും ഞാൻ ഒരു ഇത് ജയിച്ചല്ലോ, സാരമില്ല എന്നോർത്ത് ഞാൻ രണ്ടാമത്തെ പേപ്പറും തുറന്നു നോക്കിയപ്പോൾ ഞാൻ പാർട്ട് എയും പാസ്സായി. എനിക്കറിയില്ല, എൻ്റെ മാതാവ് എന്നെ പാസ്സാക്കി തന്നാന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ഞാൻ പുറത്തിറങ്ങി ഒട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ ചേട്ടായിയോട് വിളിച്ചു പറഞ്ഞു, ചേട്ടായി എനിക്ക് ഭയങ്കര പാടായിരുന്നു, പക്ഷേ മാതാവ് എന്നെ വിജയിപ്പിച്ചു. നമ്മുടെ കയ്യിലൊന്നുമില്ല, കാശുമില്ല, ഒന്നുമില്ല, ഞാൻ ബലഹീനയാണ്, കുറവുള്ളവരാണ്, എങ്കിൽ പോലും എൻ്റെ മാതാവ് എന്നെ തക്ക സമയത്ത് തന്നെ അവിടെ നിന്ന് സഹായിച്ചു. ഞാൻ ഓരോ ഇൻ്റർവ്യൂവിനായാലും എക്സാമിന് പോകുമ്പോഴും ഞാൻ വചനങ്ങളെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഓസ്കി എക്സാമിൻ്റെ സമയത്തായാലും ഞങ്ങൾക്ക് 2.5-3 ലക്ഷത്തിൻ്റെ അടുത്ത് പൈസ വേണമായിരുന്നു. ഞങ്ങളുടെ ഈ പൈസയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളാകെ വിഷമിച്ചിരുന്ന സമയത്ത് ഇവിടെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഞങ്ങൾ കേട്ടു. അതിൽ അച്ഛൻ പറഞ്ഞായിരുന്നു 72 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എന്ത് വിഷമിച്ചാണ് ഇരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും, അത് 2 വർഷത്തിന് ശേഷമായാലും നിങ്ങൾക്കത് സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേട്ടായിയോട് പറഞ്ഞു, ചേട്ടായി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ 48 മണിക്കൂറിനുള്ളിൽ ചേട്ടായിയുടെ കൂട്ടുകാരൻ്റെ അനിയൻ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ എന്നെ ഉണ്ട് വിശേഷം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ CBT പാസ്സായി, ഓസ്കി എഴുതാൻ പൈസ ഇല്ലാതെ വിഷമിച്ചിരിക്കുക എന്ന് പറഞ്ഞു. അയ്യോ ചേട്ടൻ എന്തിയെ ചോദിക്കാൻ, ഞാൻ തരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കൊച്ചിൻ്റെ അപ്പനും അമ്മയും ഓപ്പറേഷന് ഒക്കെ കഴിഞ്ഞ് ആ കൊച്ച് നാട്ടിൽ ലീവിന് പോകാൻ വേണ്ടി നിൽക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടായി പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ പൈസ കാണില്ല, നാട്ടിൽ പോവില്ല, അതുകൊണ്ട് ജിനോ ഞങ്ങൾ ചോദിക്കാഞ്ഞെന്ന് പറഞ്ഞു. അത് സാരമില്ല ചേട്ടാ ഞാൻ തരാമെന്ന് പറഞ്ഞു. ആ ജിനോ ഞങ്ങൾക്ക് 1000 പൗണ്ട് തന്നു. അപ്പോൾ എന്നോട് ചേട്ടായി പറഞ്ഞു, നീ അടുത്ത പൈസയ്ക്ക് ഞങ്ങൾ ആരെങ്കിലോടും ചോദിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ജിനോ പറഞ്ഞു, ഈ ചേട്ടന് എത്ര പൈസ വേണ്ട, ഞാൻ അത്രയും തരാമെന്ന് പറഞ്ഞു. ആ കൊച്ച് അപ്പം തന്നെ ഞങ്ങൾക്ക് ജിനോ പൈസ ട്രാൻസ്ഫർ ചെയ്തു. അന്നേരം തന്നെ ഞങ്ങൾ ഓസ്കി എക്സാം ബുക്ക് ചെയ്തു. ഓസ്കി എക്സാം എനിക്ക് മോക്ക് എക്സാം എളുപ്പമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എല്ലാം ഒത്തിരി താന്ന് പോയിക്കൊണ്ടിരുന്നു. കാരണം 5 ദിവസം ഞാൻ പ്രാർത്ഥനയും കുറച്ച് സമയം ഉറങ്ങി, ബാക്കി പഠിപ്പും പ്രാർത്ഥനയായിട്ട് തന്നെ 5 ദിവസങ്ങൾ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് ഓസ്കി എക്സാം എഴുതി. പക്ഷേ ഭയങ്കര പാടായിരുന്നു. എനിക്ക് ഓരോന്നിലും ഓരോ മിസ്റ്റേക്ക് ഉള്ളതായി തോന്നി. അവിടെയും ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടി ഉപ്പും ഉടമ്പടി കാശുരൂപവും തൈലവും വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അവർ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇത് ഞാൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു ഉവ്വാന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞു. അപ്പോൾ എക്സാം കഴിഞ്ഞ് എല്ലാവരും ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞു. എനിക്കൊന്നും പറയാനുണ്ടായില്ല, കാരണം ഞാൻ ഭയങ്കര മനോവിഷമത്തോടുകൂടിയാണ് എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയത്. അപ്പോൾ ചേട്ടായി ചോദിച്ചു എങ്ങനെയുണ്ട് എക്സാം. ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല, ദൈവം എന്താണ് തീരുമാനിക്കണേ, ദൈവത്തിൻ്റെ ഇഷ്ടംമാതിരി നടക്കട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസമായപ്പോൾ ചേട്ടായി പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നിനക്ക് ഒത്തിരി പേരുടെ പ്രാർത്ഥനകളുണ്ട്. ഞങ്ങൾക്ക് ഓരോ വിഷമങ്ങളും സങ്കടങ്ങളും വരുമ്പോൾ ഞങ്ങളുടെ ചേച്ചിയുടെ മോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ CBT എക്സാം എഴുതിയപ്പോഴും ഇൻ്റർവ്യൂവിന് പോയപ്പോഴും ഓസ്കി എക്സാം എഴുതിയപ്പോഴും ഞാൻ വിളിച്ചു പറയായിരുന്നു, ബിന്ദു ഇവിടെ വന്ന് പ്രാർത്ഥിക്കണോട്ടോ എന്ന് പറയും. അപ്പോൾ ബിന്ദു ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ എൻ്റെ അമ്മച്ചിയും ചേച്ചിമാരെല്ലാം എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു. ഞങ്ങളെല്ലാവരും കൂട്ടായി പ്രാർത്ഥിച്ചു. അപ്പോൾ ചേട്ടായി പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഒത്തിരി പേര് നിന്നെയൊക്കെ സ്മാർട്ടായിട്ടുള്ള മിടുക്കുകളും ചെറുപ്പക്കാരും ഇംഗ്ലീഷ് അറിയാവുന്നവരെല്ലാം പോയി 2-3 പ്രാവശ്യം എഴുതണം. പിന്നെ നിനക്ക് ഒറ്റ പ്രാവശ്യം കിട്ടണമെന്ന് നീ പറയണേല, എന്നാ ദൈവത്തിന് ഇഷ്ടം മാതിരി നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിൻ്റെ ഫോട്ടോയിൽ കൈവച്ചിട്ട് പറഞ്ഞു, എൻ്റെ മാതാവിനറിയാലോ ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ല, നീ അടുത്ത പ്രാവശ്യം പോകണമെങ്കിൽ നീ എക്സ്ട്രാ പൈസ കൊടുക്കണം, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, കടങ്ങളാണ് മാതാവിനറിയാലോ, എൻ്റെ മാതാവേ ഞങ്ങളെ ജയിപ്പിച്ച് തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് കരഞ്ഞപ്പോൾ ചേട്ടായി നീ വിഷമിക്കൊന്നും വേണ്ട, ദൈവത്തിൻ്റെ കൃപ കാണുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ പോകാനായിട്ട് ടാക്സി കയറിയപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു, ഞാൻ ഓസ്കി പാസ്സായി എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമേ തന്നെ എൻ്റെ ഉടമ്പടി കാശുരൂപം കഴുത്തിലുണ്ട്. ആ കാശുരൂപം പിടിച്ചുകൊണ്ട് ഞാൻ നന്ദി പറഞ്ഞു മാതാവിനോട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ID ചെക്കിനായിരുന്നു. ID ചെക്കിനായാലും ഞങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. എൻ്റെ ID ചെക്കിൽ എൻ്റെ നേഴ്സിങ്ങിൻ്റെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കാണുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്കത് എവിടെയാണ് പോയത്, എങ്ങനെയാണ് പോയതെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ജോലിക്ക് നടന്നു പോകുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ മാതാവേ എനിക്ക് ബലഹീനതകളുണ്ട്, കുറവുകളുണ്ട്,
എനിക്കത് എവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയില്ല മാതാവേ, എങ്ങനെയാണ് പോയെന്ന് ഒരു ബോധ്യമൊന്നുമില്ല. നീ മാതാവ് എനിക്ക് കാണിച്ചു തന്നെയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കേരള കൗൺസിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ ഇല്ലെന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിലെ ഭാഗവും കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു, അവിടെയൊന്നും കണ്ടെത്തിയില്ല. എൻ്റെ ചേച്ചിയുടെ മോനെ കേരള കൗൺസിൽ വിട്ടു, അവിടെയും ഇല്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ദിവസം ചേട്ടായി എന്നോട് പറഞ്ഞു, നീ അതിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞു, ഡ്യൂപ്ലിക്കേറ്റ് കിട്ടാൻ വേണ്ടി. ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ വിട്ടു, ഇങ്ങോട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞായിരുന്നു. എൻ്റെ ഓസ്കി CBT എക്സാമിന് ഞാൻ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞായിരുന്നു എനിക്ക് പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നെല്ലാം ഓരോ വചനങ്ങൾ എനിക്ക് തരുമായിരുന്നു. ആ വചനങ്ങൾ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ അന്നേരം അവരെനിക്കൊരു ഇവിടെ നിന്ന് പറഞ്ഞു സർട്ടിഫിക്കറ്റ് എന്നായാലും കിട്ടുമെന്ന് പറഞ്ഞു. ഒരു ദിവസം ചേട്ടായി ഉറങ്ങിയപ്പോൾ സ്വപ്നത്തിൽ കണ്ടു, ചേട്ടായിയുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിട്ട് സ്വപ്നം കണ്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു, എടി സർട്ടിഫിക്കറ്റ് കിട്ടിയിടി എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറയുകയാണ്, ചേട്ടായി ഞാൻ ആദ്യം മാതാവിൻ്റെ അടുത്ത് നിന്ന് നന്ദി പറഞ്ഞിട്ട് വരാട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ആ സർട്ടിഫിക്കറ്റ് പോലും നോക്കാതെ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് ഞാൻ നന്ദി പറയുകയാണ്. അപ്പോഴത്തേക്കും ചേട്ടായി എണീറ്റു. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടായി ഈ സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ്, ഏത് ബാഗിൽ നിന്നാണ് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടായി പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ID ചെക്കിന് പോണ 2 ദിവസം മുമ്പ് ഞാൻ കേരള കൗൺസിലോട്ട് വിളിച്ചു ചോദിച്ചപ്പോൾ അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, മോളുടെ പേര് ആലീസ് എബ്രാഹം അല്ലേ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു, രജിസ്ട്രേഷൻ നമ്പർ പറഞ്ഞു, ഈ സർട്ടിഫിക്കറ്റ് ഇവിടെയുണ്ട്, നിങ്ങളൊരു റിക്വസ്റ്റ് കൊടുത്താൽ മതി കിട്ടുമെന്ന്. എങ്കിൽ പോലും ഞങ്ങൾക്ക് ID ചെക്കിന് പോകാൻ നേരത്തെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അവർ ID ചെക്ക് കംപ്ലീറ്റ് ആക്കുകയില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുന്ന് പോയി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൊച്ചു നല്ല പ്രാർത്ഥന അനുഭവമുള്ള കൊച്ചായിരുന്നു. ആ കൊച്ചിൻ്റെ മമ്മി എനിക്ക് വേണ്ടി വചനം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. അന്നേരം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ എക്സാമിനർ ID ചെക്കിന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സർട്ടിഫിക്കറ്റ് ഇല്ല, നേഴ്സിങ്ങിൻ്റെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ കേരള കൗൺസിലാണ്, കയ്യിലില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞു പോസ്റ്റ് BScയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അത് എന്നിട്ട് നിങ്ങളുടെ കോപ്പി എടുത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം മാതാവിൻ്റെ വലിയ കൃപയാൽ ഞങ്ങൾക്ക് ID ചെക്കും കംപ്ലീറ്റ് ചെയ്തു. ഞാനിപ്പോൾ പിൻ നമ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ അച്ഛൻ്റെ ഓഗസ്റ്റ് 8-ന് 6-7 അച്ഛൻ്റെ ധ്യാനം ആഷ്ഫോർഡിലുണ്ടായിരുന്നു. ഞങ്ങൾ ആ 2 ദിവസം ധ്യാനത്തിൽ പോയി. ആദ്യം ഇംഗ്ലീഷും മലയാളമായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മോൻ്റെ നിയോഗത്തിന് വേണ്ടിയിട്ട്. എൻ്റെ ദൈവമേ, മോൻ്റെ തലയിൽ അച്ഛൻ കൈവച്ച് പ്രാർത്ഥിക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. അപ്പോൾ അന്ന് അച്ഛൻ പറഞ്ഞു, അത്യാവശ്യമുള്ള 20 പേരുടെ മാത്രമേ പ്രാർത്ഥിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അച്ഛൻ കടന്നു പോണ വഴി ഈ മോളും അവിടെ അടുത്തുള്ള 2 കുഞ്ഞുങ്ങളും അച്ഛൻ്റെ കയ്യിൽ കൈക്ക് സ്തുതി കൊടുക്കണം മാതിരി കൈകൂപ്പി നിന്നു. അപ്പോൾ അന്നേരം അച്ഛൻ ഇവരുടെ തലയിലും തോളത്തും ഇങ്ങനെ കവിളിലും തട്ടി. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉടമ്പടി പുതുക്കുന്നവരെ ഉടമ്പടി എടുക്കുന്നവർക്ക് അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി കാശുരൂപം കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എന്നാലും എനിക്കൊരു വിഷമമുണ്ടായിരുന്നു, എൻ്റെ മോൻ്റെ തലയിൽ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചില്ലല്ലോ എന്നും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് അനൗൺസ് ചെയ്യാണ്, ഉടമ്പടി പുതുക്കിയവർക്കും ഉടമ്പടി പുതുക്കിയവരും ഉടമ്പടി എടുത്തവരും അല്ലാത്ത ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും തലയിൽ അച്ഛൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പ്രാർത്ഥന മാതാവ് കേട്ടെന്ന്. അങ്ങനെ ചേട്ടായും കൊച്ചും മുട്ടുമേ നിന്നു. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അതിന് ശേഷം എൻ്റെ മോന് ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു. മോൻ പുറത്ത് കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷേ വീട്ടിൽ ഭയങ്കരമായിട്ട് വഴക്കും മൊബൈൽ യൂസൊക്കെയാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ കൊച്ചിന് ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്. മാതാവിൻ്റെ വലിയ കൃപയാൽ ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം, ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും എൻ്റെ കർത്താവ് യേശു മിശിഹായ്ക്കും പരിശുദ്ധാത്മാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങൾ കാരുണ്യ പ്രവർത്തിയിൽ എന്ന് പറഞ്ഞാൽ ചേട്ടായി പണ്ടേ മുതൽ ഒത്തിരി സഹായം ചെയ്യുന്നതാണ്. കടം മേടിച്ചായാലും പലിശക്ക് മേടിച്ചായാലും എല്ലാവരെയും സഹായിക്കുമായിരുന്നു. പിന്നെ
ക്രിസ്മസ് ഈസ്റ്റർ സമയങ്ങളിൽ 25 പാവപ്പെട്ട കുടുംബങ്ങളിലോട്ട് ഒരു വീട്ടിലോട്ടുള്ള കിച്ചണിലോട്ടുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ഓർഫനേജ് കൊച്ചുങ്ങളുടെ ബർത്ത്ഡേ എല്ലാം ഞങ്ങൾ ഓർഫനേജിലാണ് ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ പൈസ കൊടുക്കും, പിള്ളേർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി പൈസ കൊടുക്കും. പിന്നെ പാവപ്പെട്ടവരെ ഹോസ്പിറ്റൽ കേസുകൾ വരുമ്പോൾ പൈസ കൊടുക്കും. പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ വേണ്ടി പള്ളിയിൽ നിന്ന് വിളിച്ചു വരുമ്പോൾ ഞങ്ങൾ പൈസ കൊടുക്കും. നാട്ടിലായിരുന്നപ്പോൾ ചേട്ടായി ഒത്തിരി സഹായങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന. ഇപ്പോൾ UK-ലായിരുന്നപ്പോൾ അത്ര സഹായം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എങ്കിൽ പോലും പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ അച്ഛനോ അല്ലെങ്കിൽ യൂത്തിൻ്റെ അവർ വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾ അതനുസരിച്ചുള്ള പൈസ ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റസിലിടാറുണ്ട്. ഞങ്ങളുടെ സ്റ്റാഫ് വന്ന പിള്ളേരോട് എല്ലാവരോടും ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. ചേട്ടായി അവരുടെ കമ്പനിയിലുള്ള എല്ലാവരോടും പിള്ളേരില്ലാത്ത പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാത്തവരോട് പറയും, നിങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കണം, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കിട്ടുമെന്ന് ഞങ്ങൾ എല്ലാവരോടും തന്നെ പറയാറുണ്ട്. ഞങ്ങൾക്ക് മാതാവ് തന്ന അനുഗ്രഹത്തെക്കുറിച്ച് ഞങ്ങൾ പറയാറുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഞങ്ങൾ ഉടമ്പടി ഇതെടുത്തത്. അമ്മ മാതാവിനും കർത്താവ് യേശുമിശിഹായ്ക്കും പരിശുദ്ധാത്മാവിനും തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. 2 കൊരിന്തോസ് 6:2 സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ആലീസ് അബ്രഹാം എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതാനുഭവങ്ങളെ വലിയ സന്തോഷത്തോടും നന്ദിയോടും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അനിശ്ചിതത്വമുള്ള ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും സുനിശ്ചിതമായ ദൈവകൃപ ലഭിക്കുവാൻ നമുക്ക് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ദൈവികമായ ഇടപെടലിൻ്റെ പേരാണ് മരിയൻ ഉടമ്പടി എന്നത്. മരിയൻ ഉടമ്പടിയിലൂടെ ഈ കാലഘട്ടത്തിൽ ഏതൊരു ജീവിത വിഷയത്തെയും ദൈവം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ആത്മാവ് വിശുദ്ധീകരിച്ച് ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവം ജീവിതത്തെ അനുഗ്രഹിച്ചുകൊണ്ട് ജീവിതം സുരക്ഷിതമാക്കുന്നത് അനുഭവിക്കുവാനാവും. ജീവിത പങ്കാളിക്ക് ഇംഗ്ലീഷ് അധികം അറിയില്ലെന്ന് പറഞ്ഞു, എങ്കിലും ജോലിക്ക് വേണ്ടി ചെല്ലുമ്പോൾ അപ്പനെയും അമ്മയെയും എങ്ങനെ നോക്കിയോ ആ പരിചരണത്തെക്കുറിച്ച് അവരോട് സംസാരിച്ചു. അതവർക്ക് ഇഷ്ടപ്പെടുകയും ജോലി കൊടുക്കുകയും പിന്നീട് ഒരാൾക്കും ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾക്ക് പോലും ജോലി അവിടെ കിട്ടിയിട്ടില്ലെന്നും സാക്ഷ്യപ്പെടുത്തുകയാണ്. നമുക്ക് വേണ്ടി പൂട്ടിയ വാതിലുകൾ തുറക്കപ്പെടും, നമുക്ക് വേണ്ടി പുതിയ ആകാശം ദൈവം വിരിച്ചു തരും, നമുക്ക് വേണ്ടി പുതിയ സന്തോഷത്തിൻ്റെ ദിനങ്ങൾ അവിടുന്ന് ഒരുക്കിത്തരും. എത്ര കണ്ട് കണ്ണീരോടും ക്ലേശത്തോടും ജീവിതം ദൈവത്തിന് നിങ്ങൾ സമർപ്പിക്കുന്നുവോ എല്ലാം ശുഭകരമാകുന്നത് വരെയും അവിടുന്ന് കൂടെ നിന്ന് ക്ലേശങ്ങൾ അകറ്റി ജീവിത വഴികൾ തുറന്ന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നിരന്തരം നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും. സഹോദരി പറഞ്ഞു, എൻ്റെ ജീവിത പങ്കാളി ആരെന്ത് ചോദിച്ചാലും എത്ര കൊടുക്കുവാനും സന്മനസ്സോടുകൂടി എപ്പോഴും സഹായിക്കുന്ന വ്യക്തിയാണെന്ന്. ദൈവസ്നേഹത്തോടു കൂടിയുള്ള കാരുണ്യ പ്രവൃത്തി, അത് ഉടമ്പടിയിൽ നാം വയ്ക്കുന്ന നിയോഗങ്ങൾ അനുഗ്രഹമാകുന്നതിന് വലിയ ബലമാണ്. നല്ല വിശ്വാസത്തോടു കൂടി മറ്റുള്ളവർക്ക് ദൈവത്തെ പകർന്നു കൊടുക്കുന്ന വിശ്വാസ കൈമാറ്റത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം നമ്മുടെ ഉടമ്പടി നിയോഗങ്ങൾ വേഗത്തിൽ അനുഗ്രഹമാകുന്നതിന് നമുക്കുള്ള എളുപ്പവഴിയാണ്. അതുകൊണ്ട് കാരുണ്യ പ്രവൃത്തികളിലൂടെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് ഈട് കൊടുക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളെ നീക്കിക്കൊണ്ട് തകർച്ചകളെ മാറ്റിക്കൊണ്ട് അസാധ്യതകൾക്ക് പോലും സാധ്യതകൾ നൽകിക്കൊണ്ട് പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി ഏറ്റവും സമയ ചുരുക്കത്തിൽ നമ്മുടെ ജീവിതങ്ങളെ സുരക്ഷിതമാക്കും. അതിൻ്റെ സാക്ഷ്യമാണ് സന്തോഷത്തോടെ നിരന്തരമായ ദൈവിക ഇടപെടലുകളെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും ദൈവാനുഗ്രഹങ്ങൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം. ജോസ്, ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. 2024 ജൂലൈ 10 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ഈ മരിയൻ ഭക്തിയോടൊന്നും വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷേ എൻ്റെ ഇടവക ദേവാലയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമധേയത്തിലുള്ള നല്ലൊരു കുരിശടിയുണ്ട്, മനോഹരമായ ഒരു കുരിശടിയുണ്ട്. ഞാൻ അവിടെ പോകാറില്ല, പ്രാർത്ഥിക്കാറില്ല, ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കാത്തൊരു വ്യക്തിയാണ്. പക്ഷേ എൻ്റെ കയ്യിൽ എപ്പോഴും പരിശുദ്ധമായ ജപമാല ഉണ്ടായിരിക്കും, ഞാൻ എപ്പോഴും അത് ചൊല്ലുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചില വ്യക്തിപരമായ ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളിൽ കൃപാസനത്തിൽ വരണം, ഉടമ്പടി എടുക്കണമെന്നുള്ള വലിയൊരു ചിന്ത എൻ്റെ ഉള്ളിലിങ്ങനെ ഉണ്ടായി.
പക്ഷേ അപ്പോഴും എൻ്റെ ഒരു സംശയം, ഈ ഉടമ്പടി ശരിയായ ഒരു രീതിയാണോ, ഇത് ഉടമ്പടി എടുക്കണോ വേണ്ടയോ എന്നുള്ള വലിയൊരു സംശയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ധ്യാന കേന്ദ്രങ്ങളിൽ ധ്യാനിപ്പിക്കുന്ന ബ്രദർ പോൾ എന്ന് പറയുന്ന ബ്രദറിനെ ഞാൻ വിളിച്ചു. അദ്ദേഹവുമായി എൻ്റെ പ്രശ്നങ്ങളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ കൃപാസനത്തിൽ പോകണം, ഉടമ്പടി എടുക്കണം, അങ്ങനെയുള്ള ഒരു മെസ്സേജാണ് ദൈവം എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്നതെന്ന് ആ ബ്രദർ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമായി. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ജൂലൈ 10-ാം തീയതി ഞാൻ ഇവിടേക്ക് വന്നു. വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എൻ്റെ സന്തോഷമൊക്കെ പോയി. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അത്ഭുതകരമായ തിരക്കും യാത്രയുടെ ക്ഷീണവും, എനിക്കാണെങ്കിൽ സമയത്തിന് ഫുഡ് കഴിക്കാതിരുന്നാൽ എനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതിൻ്റെ ആരംഭം കൂടിയൊക്കെ ആയപ്പോൾ ഞാൻ ആകെ അസ്വസ്ഥനായിരുന്നു. എങ്ങനെയോ ഞാൻ ഉടമ്പടി എടുത്തു, ഞാൻ വീട്ടിലേക്ക് പോയി. പ്രത്യേകിച്ച് എനിക്കൊരു അനുഭവം ഒന്നുണ്ടായില്ല. പക്ഷേ ഓരോ ദിവസവും കഴിയുന്തോറും എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ചും എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ഞാൻ മുമ്പും ഒത്തിരിയേറെ സമയം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്, ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തിയാണ്, ജപമാല ചൊല്ലുന്ന വ്യക്തിയാണ്. പക്ഷെ അവിടെയൊക്കെ തന്നെയും വിശ്വാസത്തിൻ്റെ വലിയൊരു കുറവ് എനിക്കുണ്ടായിരുന്നു. 10 സ്റ്റെപ്പ് ഞാൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വെച്ച് കഴിഞ്ഞാൽ 20 സ്റ്റെപ്പായിട്ട് ഞാൻ പുറകിലേക്ക് പോകും. അതായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷെ ഉടമ്പടിക്ക് ശേഷം അതിന് വലിയൊരു മാറ്റം വന്നു. ദൈവം അകലെയല്ല, അടുത്ത് തന്നെയുണ്ട്. പരിശുദ്ധ ദൈവമാതാവ് ഏറ്റവും വലിയ മധ്യസ്ഥയാണെന്നുള്ള വലിയ ശക്തമായ ഒരു ബോധ്യം എൻ്റെ ഉള്ളിൽ വന്നു തുടങ്ങി. പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഒരു സ്നേഹിതനോടെന്ന പോലെ, ഒരമ്മയോടെന്ന പോലെ ഹൃദയം തുറന്ന് സംസാരിക്കുവാനുള്ള, ആ രീതിയിൽ പ്രാർത്ഥിക്കുവാനുള്ള വലിയൊരു ഭാഗ്യവും അനുഗ്രഹവും എനിക്ക് ലഭിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ മാസം ജൂലൈ 30-ാം തീയതി എൻ്റെ ഈ മകൻ റിജോ, എൻ്റെ സിസ്റ്ററിൻ്റെ മകനാണ്, അവൻ പനിയായിട്ട് തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അവിടെയുള്ള നഴ്സുമാരുടെ അശ്രദ്ധ കാരണം ഇവന് മരുന്ന് മാറിയാണ് കുത്തിവെച്ചത്. പെട്ടെന്ന് തന്നെ ഇവന് വോമിറ്റിംഗ് ഉണ്ടായി, ഇവൻ്റെ പൾസ് റേറ്റ് കുറഞ്ഞു, ഹാർട്ട് ബീറ്റ് കുറഞ്ഞു, ഇവന് നെഞ്ചുവേദന തുടങ്ങി, ഇവൻ്റെ ബോധം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി. വളരെ വേഗം തന്നെ ഇവനെ തിരുവനന്തപുരം SIT മെഡിക്കൽ കോളേജിലേക്ക് ഇവനെ കൊണ്ടുപോയപാടെ ഇവനെ നേരെ വെൻറ്റിലേറ്ററിലേക്കാണ് കയറ്റുന്നത്. കാരണം അത്രമാത്രം ഇവൻ്റെ അവസ്ഥ വളരെയധികം മോശമായിരുന്നു. ഈ സമയത്ത് എന്നെ ഈ വാർത്ത വിളിച്ചറിയിക്കുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോടാണ് ആദ്യം പ്രാർത്ഥിക്കുന്നത്. അമ്മ, ഇവൻ്റെ ജീവൻ തിരികെ നൽകുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എൻ്റെ സിസ്റ്റർ, ഇവൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞതേയുള്ളൂ, വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ ഒരു കാര്യം, നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, അവനൊരു കുഴപ്പമുണ്ടാകത്തില്ല, ഞാൻ പരിശുദ്ധമ്മയോട് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ആ സമയത്ത് എൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപമുണ്ട്, ഉടമ്പടി തൈലവുമുണ്ട്. പക്ഷേ ഇവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ഞങ്ങളെ അവരനുവദിച്ചില്ല. ഓരോ നിമിഷം കഴിയുന്തോറും ഇവൻ്റെ അവസ്ഥ വളരെയധികം ഗുരുതരമായി തീർന്നു. ഇവൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയേക്കാമെന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. പിറ്റേ ദിവസമായപ്പോൾ ഡോക്ടേഴ്സ് ഞങ്ങളോട് കാര്യം തുറന്നു പറഞ്ഞു, ഇനി ഇവനെ ജീവനോടെ കിട്ടുന്ന കാര്യം വളരെയധികം സംശയമാണ്. വെറും 30% താഴെ മാത്രമേ അതിനുള്ള സാധ്യതയുള്ളൂ. ഈ വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തോടെ തന്നെ ഇങ്ങനെ തന്നെ തുടരണമെങ്കിൽ അങ്ങനെ തന്നെ തുടരാം. പക്ഷേ എത്ര മണിക്കൂറെന്നോ എത്ര ദിവസമെന്നോ പറയാൻ സാധിക്കില്ല. പിന്നെ മറ്റൊരു സാധ്യത എക്മോ ട്രീറ്റ്മെൻറ്റാണ്. എക്മോ മെഷീൻ്റെ സഹായത്തോടു കൂടി ഇവൻ്റെ ജീവനെ നിലനിർത്തുക. അതും എത്ര സമയത്തെന്നോ എത്ര ദിവസമെന്നോ പറയാൻ സാധിക്കത്തില്ല. ഒരു പക്ഷേ ഇവൻ റിക്കവറിയായി തിരിച്ചു വരുന്നെങ്കിൽ പോലും ജീവിതകാലം മുഴുവനും പാരലൈസ്ഡായിട്ട് കഴിയേണ്ടതായി വരും. ഇതൊക്കെ വെറും ഒരു സാധ്യത മാത്രമാണ്. യഥാർത്ഥമായ സത്യം ഇവൻ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പിന്നീട് അവർ എക്മോ ട്രീറ്റ്മെൻറ്റ് തന്നെ തുടരാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഇവനെ വെൻറ്റിലേറ്ററിൽ നിന്നും ICUയിലേക്ക് മാറ്റി. ICUയിലേക്ക് മാറ്റുന്ന സമയത്ത് ഞങ്ങളുടെ ബന്ധുക്കളെ എല്ലാവരെയും ഇവനെ കാണിച്ചു. കാരണം ഈ പകുതി ജീവനോടെ പോകുന്ന കുഞ്ഞ് ഇനി ഒരിക്കലും തിരിച്ചു വരികയില്ലെന്ന് അവർക്ക് തന്നെ അറിയാമായിരുന്നു.
അങ്ങനെ ഇവൻ്റെ എക്മോ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. പക്ഷേ പ്രതീക്ഷിച്ച വലിയ പുരോഗതിയൊന്നും ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ് കേരളത്തിലെ പ്രമുഖ പത്രങ്ങൾ ഇവൻ്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തു. മരുന്ന് മാറി കുത്തിവെച്ച് കുഞ്ഞിൻ്റെ അവസ്ഥ വളരെയധികം ഗുരുതരമായി തുടരുന്നു എന്നുള്ള വാർത്ത കേരളത്തിലെ പ്രമുഖ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രമുഖ ചാനലുകളിൽ ഇവൻ്റെ വാർത്ത വന്നു തുടങ്ങി. അതിനുശേഷമാണ് പലരും ഇവൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നത് തന്നെ. പക്ഷേ ഏതാണ്ട് ആ സമയത്തൊക്കെ ഞങ്ങൾ ഒത്തിരിയേറെ മാനസികമായ സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയ നിമിഷങ്ങളും കൂടിയായിരുന്നു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് കേസെടുക്കുന്നു, പോലീസ് എൻക്വയറി നടക്കുന്നു, ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഹോസ്പിറ്റലിലേക്ക് വരുന്നു, മീഡിയാസിൻ്റെ ഒത്തിരിയേറെ സമ്മർദ്ദം, അതുപോലെ തന്നെ രാഷ്ട്രീയപരമായ മുതലെടുപ്പിനുള്ള സമ്മർദ്ദം എല്ലാം കൂടിയായപ്പോൾ ഞങ്ങൾ ആകെ മാനസികമായ ഒരു തകർന്ന അവസ്ഥയിലായിരുന്നു. പൗലോസ്ലീഹ പറയുന്നത് പോലെ പുറമേ മത്സരം, ഉള്ളിലോ ഭയം. ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. എല്ലാവർക്കും വേണ്ടത് ഇവൻ്റെ വാർത്തയായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് ഇവൻ്റെ ജീവനായിരുന്നു. ആ സമയത്ത് ഒത്തിരിയേറെ പേര് ഇവന് വേണ്ടി പ്രാർത്ഥിച്ചു. വ്യക്തിപരമായും കൂട്ടായ്മയായിട്ടും ഒത്തിരി പേര് ഇവന് വേണ്ടി പ്രാർത്ഥിച്ചു. ഏകദേശം 10ഓളം പള്ളികളിൽ ഇവന് വേണ്ടി പരിശുദ്ധമായ കുർബാന അർപ്പിക്കപ്പെട്ടു. മതവ്യത്യാസമില്ലാതെ, സഭാവ്യത്യാസമില്ലാതെ പലരും ഇവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ സമയത്തൊക്കെ ചെറിയൊരു മാറ്റം വരുമെങ്കിൽ പോലും ഒരിക്കലും അപകടനില തരണം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല. അപ്പോഴും ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല, ഏത് നിമിഷവും എന്തും സംഭവിക്കും, അത് മാത്രം പ്രതീക്ഷിക്കുക. അങ്ങനെ ഓഗസ്റ്റ് മാസം ഒരു ഞായറാഴ്ച, 4-ാം തീയതി ഞായറാഴ്ച, എൻ്റെ വല്യപ്പച്ചൻ്റെ മകൻ ജോസേട്ടനും ഭാര്യ രഞ്ജിനി ചേച്ചിയും അവിടേക്ക് വരുന്നു. അവരെനിക്ക് ഉടമ്പടി വസ്തുക്കൾ തന്നു. ഉടമ്പടി വസ്തുക്കൾ തന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ തൈലം ഇവന് തേച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അതിനു മുമ്പേ തന്നെ ഞാൻ ഇവനെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് ഉടമ്പടി തൈലവും കാശ് രൂപവും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അന്ന് ഇവൻ്റെ അടുക്കലെത്താൻ വേണ്ടി എനിക്കത് സാധിച്ചില്ല. പക്ഷേ ഈ ഉടമ്പടി തൈലവുമായി ഈ ഉടമ്പടി വസ്തുക്കളുമായിട്ട് ഞാൻ 3-ാമത്തെ നിലയിലുള്ള ICUയിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ആരോ സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി, നീ ആദ്യമേ ഉടമ്പടി വസ്തുക്കളുമായിട്ട് ഇവൻ്റെ അടുക്കലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ നിനക്കന്നതിന് സാധിച്ചില്ല. ഇപ്പോൾ ഇതാ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ നിനക്കിതാ വീണ്ടും ഈ ഉടമ്പടി വസ്തുക്കൾ നിൻ്റെ കൈകളിൽ എത്തിച്ചിരിക്കുകയാണ്. ഇതെങ്ങനെയെങ്കിലും നീ അവൻ്റെ അടുക്കൽ എത്തിക്കണം, ബാക്കി അമ്മ നോക്കിക്കൊള്ളും. ഈ ബാക്കി അമ്മ നോക്കിക്കൊള്ളും എന്നുള്ള വാക്കാണ് എൻ്റെ ഉള്ളിൽ ആരോ ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. ഞാൻ ICUവിൻ്റെ മുമ്പിലെത്തിയപ്പോൾ എൻ്റെ മൂത്ത പെങ്ങൾ ലിസി അവിടെയുണ്ട്. ഞാൻ അവളോട് ഉടമ്പടി വസ്തുക്കൾ കൊടുത്തിട്ട് പറഞ്ഞു, ഇതെങ്ങനെയെങ്കിലും ഇവൻ്റെ അടുക്കൽ എത്തിക്കണം. പക്ഷേ ഉച്ചയ്ക്ക് 1 മണി മുതൽ രാത്രി 7:30 വരെ അവിടെ ഇരുന്നിട്ടും ഇവൻ്റെ അടുക്കൽ ഉടമ്പടി വസ്തുക്കൾ എത്തിക്കാനുള്ള ഒരു സാഹചര്യം, അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നില്ല. അപ്പോഴാണ് മകനെ കാറ്ററ്റിസം പഠിപ്പിക്കുന്ന സെബാസ്റ്റ്യൻ സാറ് അവിടേക്ക് വരുന്നത്. അദ്ദേഹവും വെഞ്ചരിച്ച ജപമാലയുമായിട്ടാണ് അവിടേക്ക് വന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരുടെ ഉദ്ദേശം ഒന്ന് തന്നെയായിരുന്നു, എങ്ങനെയെങ്കിലും ഈ ഉടമ്പടി വസ്തുക്കൾ ഇവൻ്റെ അടുക്കൽ എത്തിക്കുക എന്നുള്ളത്. പെട്ടെന്ന് തന്നെ അവിടെ വലിയൊരു അന്തരീക്ഷം മാറി. അവിടെ രോഗിയെ കഴിഞ്ഞിരുന്ന ഒരു കുഞ്ഞിൻ്റെ അമ്മാമ്മ മുഖാന്തരം ഞങ്ങൾക്കൊരു നേഴ്സിനെ പരിചയപ്പെട്ടു. അവർ ഉടമ്പടി വസ്തുക്കൾ ഇവൻ്റെ അടുത്ത് കൊണ്ട് വയ്ക്കാമെന്നേറ്റു. ഞങ്ങൾ ഈ ഉടമ്പടി കാശ് രൂപം തൈലത്തിൽ മുക്കി ഞാനും എൻ്റെ മൂത്തപ്പങ്ങളും ഈ സെബാസ്റ്റ്യൻ സാറും കൂടി അതിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു. കാരണം ഞങ്ങൾ 3 പേരുമാണ് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഈ വിശ്വാസ പ്രമാണം ചൊല്ലി സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എനിക്ക് വല്ലാത്തൊരു വൈബ്രേഷൻ ഉണ്ടായി. ഞാൻ ഉയരത്തിലേക്ക് ഇങ്ങനെ പൊങ്ങി പോകുന്നത് പോലെ എനിക്ക് തോന്നി. അതിനുശേഷം ഉടമ്പടി വസ്തുക്കൾ ഇവൻ്റെ അടുക്കൽ കൊണ്ടുവച്ചു. ഞാൻ ഉടമ്പടി ഉപ്പ് ICUവിൻ്റെ മുമ്പിലൊക്കെ വിശ്വാസ പ്രമാണം ചൊല്ലി വിതറി. ഉടമ്പടി തൈലം കൊണ്ട് ഞാൻ ICUവിൻ്റെ വാതിലുകളും ജനലുകളും ചുവരുകളൊക്കെ തന്നെ ഞാൻ കുരിശടയാളം വരച്ചു. കുരിശടയാളം വരയ്ക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ ഇനി ഒരു മരണത്തിൻ്റെ ദൂതൻ പോലും ഈ ICUവിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകരുത്. ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥന അവസാനിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നും വലിയൊരു ഭാരം ഇറങ്ങിപ്പോകുന്നത് പോലെ എനിക്ക് തോന്നി. കാരണം അത്രയും ദിവസം വരെയും ഒത്തിരിയേറെ ടെൻഷനിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അന്ന് രാത്രി ഞാൻ സുഖകരമായി ഒന്ന് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഇവൻ്റെ പപ്പ എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്തുള്ള അത്ഭുത മാതാവിൻ്റെ പള്ളിയിൽ പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയുള്ള ഒരു ബ്രദർ എന്നോട് പറഞ്ഞത്, മകൻ്റെ കാര്യത്തിൽ വലിയ
പേടിയൊന്നും വേണ്ട, പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം അവൻ്റെ അടുത്ത് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ തലേ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഉടമ്പടി വസ്തുക്കളൊക്കെ ഇവൻ്റെ അടുത്ത് കൊണ്ടുവച്ച കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായത്. അദ്ദേഹത്തിന് വലിയൊരു വിശ്വാസമായി. പിന്നീട് അദ്ദേഹം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്നേ ദിവസം വൈകുന്നേരം ഇവൻ്റെ എക്മോ ട്രീറ്റ്മെൻറ്റിൻ്റെ മെഷീൻ സപ്പോർട്ടൊക്കെ എടുത്ത് മാറ്റുന്ന ദിവസമായിരുന്നു. അപ്പോൾ ഞാനന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഒത്തിരിയേറെ ഉത്കണ്ഠ എനിക്കുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ഉത്കണ്ഠ എനിക്കുണ്ടായിരുന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ കൃപാസനം പത്രം ഉണ്ട്. എപ്പോഴോ ഹോസ്പിറ്റലിൽ വെച്ച് എനിക്ക് കിട്ടിയൊരു പത്രമാണ്. ഇതുവരെ തുറന്നു പോലും നോക്കാൻ പറ്റിയിട്ടില്ല. ഞാനത് എടുത്തൊന്ന് വായിച്ചു. അതിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എഴുതിയ എഡിറ്റോറിയൽ മാത്രമാണ് ഞാനെടുത്ത് വായിച്ചത്. അതിൽ വായിക്കുമ്പോൾ അതിൽ വെളിപാട് പുസ്തകം 21-ാം അധ്യായം 4-ാം വാക്യം എന്നെ പെട്ടെന്ന് ആകർഷിച്ചു. ആ വാക്യം ഇങ്ങനെയായിരുന്നു: ഞാൻ അവരുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ തുടച്ചു നീക്കും, ഇനി മരണമുണ്ടായിരിക്കുകയില്ല, ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടായിരിക്കുകയില്ല, പഴയതെല്ലാം കടന്നുപോയി. ഞാൻ ആ വചനം വീണ്ടും വീണ്ടും വായിക്കും തോറും എൻ്റെ ഉള്ളിൽ വലിയ വലിയ സന്തോഷം നിറയാൻ തുടങ്ങി. ഞാൻ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോയി. പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ഒരു നാട്ടുകാരൻ എന്നോട് ചോദിച്ചു, കുഞ്ഞിനിപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവനൊരു കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു. പക്ഷെ അതെങ്ങനെ പറഞ്ഞു എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. ഈ ഒരു വചനത്തിൻ്റെ ശക്തിയാലാണ് ഞാനത് പറഞ്ഞത്. കാരണം ഡോക്ടേഴ്സ് പോലും ആ നിമിഷം പോലെയും പറയാത്തൊരു കാര്യമാണ് ഞാനവിടെ പറഞ്ഞത്. ഞാൻ നേരെ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ഇവൻ്റെ പപ്പ 2 കൈകളും വിരിച്ച് പിടിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരികയാണ്. ജോസെ, മകനൊരു കുഴപ്പമില്ല, മെഷീൻ സപ്പോർട്ടൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്, അവനിപ്പോൾ നല്ലതുപോലെ ശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ എനിക്ക് എന്ത് അത്ഭുതമാണ് അവിടെ സംഭവിച്ചെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. കരയണോ ചിരിക്കണോ എന്താണെന്ന് ഒരു പിടിയും കിട്ടാതെ ഞാൻ അങ്ങനെ നിൽക്കുകയായിരുന്നു. മരണത്തിലേക്ക് പോയിരുന്ന ഇവൻ്റെ ജീവനെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പിതാവായ ദൈവം ഞങ്ങൾക്കായി മടക്കി നൽകിയ മകനാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ, ഈ അൾത്താരയുടെ മുമ്പിൽ ഒരു സാക്ഷിയായിട്ട് നിൽക്കുന്നത്. ഇതിന് ശേഷമാണ് ഞങ്ങൾ ചില കാര്യങ്ങളും കൂടി അറിയുന്നത്. ഇവൻ ICUവിലായിരിക്കുന്ന സമയത്ത് 2 പ്രാവശ്യവും ഇവൻ്റെ ECG മോണിറ്റർ നിന്നു. അതായത് ഇവൻ മരിച്ചു എന്നുള്ള വാർത്ത തന്നെയാണ് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ വന്ന വാർത്ത. പക്ഷെ ഞങ്ങളോടത് ആരും പറഞ്ഞില്ല, ഞങ്ങളെ ആരും അറിയിച്ചതുമില്ല. ഏതാണ്ട് ഇതേ സമയത്താണ് ഉടമ്പടി വസ്തുക്കൾ ഇവൻ്റെ അടുക്കൽ ഞങ്ങൾ കൊണ്ടുവയ്ക്കുന്നത്. അതിനുശേഷം ഒരു ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞ ഒരു സത്യമാണ്, ഏത് നിമിഷമാണോ നിങ്ങൾ ആ വസ്തുക്കൾ, അതായത് ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുവച്ചത്, ആ സമയം മുതൽ യവൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു തുടങ്ങി. യവൻ ജീവനിലേക്ക് വന്നു തുടങ്ങി. യവൻ ശക്തമായി ശ്വസിക്കാൻ തുടങ്ങി. എല്ലാ അനുഗ്രഹങ്ങളിൽ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരിയേറെ നന്ദി പറയുന്നു. 2 ആഴ്ചയോളം ഇവൻ ICUവിൽ തന്നെ ആയിരിക്കുമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. പക്ഷേ 2 ആഴ്ചയ്ക്ക് മുന്നേ തന്നെ ഇവൻ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി. ഏകദേശം 6 മാസത്തോളം ഇവന് സമ്പൂർണ്ണമായ ഒരു വിശ്രമം തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ 6 മാസത്തിന് മുന്നേ തന്നെ ഇവൻ സ്കൂളിൽ പോകാൻ തുടങ്ങി, പള്ളിയിൽ പോകാൻ തുടങ്ങി. അങ്ങനെ ഒത്തിരിയേറെ നന്മകൾ ഞങ്ങൾക്ക് നൽകിയ, ഇവൻ്റെ ജീവനെ തന്നെ ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരിയേറെ നന്ദി പറയുന്നു. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 24-ഉം 25-ഉം തിരുവചനങ്ങൾ. ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. ജനങ്ങൾ ഓടിക്കൂടുന്നത് കണ്ട് യേശു അശുദ്ധാത്മാവിനെ ശകാരിച്ചു. മൂകനും ബധിരനുമായ ആത്മാവെ, ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, അവനിൽ നിന്ന് പുറത്തു പോവുക, ഇനിയൊരിക്കലും അവനിൽ പ്രവേശിക്കരുത്. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായ ജോസ് എന്ന സഹോദരൻ്റെ വളരെ ശക്തമായ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത്. സഹോദരൻ ജോസിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ മാറ്റമാണ്. ഒരു കുഞ്ഞിൻ്റെ സൗഖ്യത്തിലൂടെ ജോസിന് ഉണ്ടായൊരു വലിയ വിശ്വാസ സൗഖ്യമാണ് ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാം. എല്ലായിടത്തും മാതാവുണ്ടല്ലോ, ഇവിടെ വന്ന് എന്തിനു പ്രാർത്ഥിക്കണം എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളോടുകൂടെ തൻ്റെ സഹോദരിയുടെ കുഞ്ഞിന് ഒരു ആപത്ത് വന്നപ്പോൾ പരിശുദ്ധ അമ്മ മാത്രമേ ഈ ആലയത്തിൽ എനിക്ക് സഹായമായി മധ്യസ്ഥമായി ഉണ്ടാവുകയുള്ളൂ എന്നൊരു വലിയ ശരണത്തോടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ കുഞ്ഞിനുണ്ടായ ഒരു വലിയ അത്ഭുതത്തെക്കുറിച്ചാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ സൗഖ്യത്തിൻ്റെ ഒരു വലിയ അടയാളം നൽകി ജോസിൻ്റെ ജീവിതത്തിലേക്ക് ഈശോയുടെ
ഒരു തിരുരക്തത്തിൻ്റെ അനുഭവം, രക്ഷയുടെ അനുഭവം കൊണ്ടുവരികയായിരുന്നു. മെഡിക്കേഷൻ മൂലം ഒരു മരുന്ന് മാറ്റി ചെയ്തതിൻ്റെ ഫലമായി കുഞ്ഞിനുണ്ടായ ഒരു വലിയ അപകടാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ICUവിൽ വെച്ച് തന്നെ കുഞ്ഞ് മരിച്ചുപോയി എന്നുള്ള വാർത്ത അവിടെയെല്ലാം പരന്നു. അപ്പോഴേക്കും മീഡിയ, രാഷ്ട്രീയം എല്ലാം കൂടി നീതിക്ക് വേണ്ടിയുള്ള മുറവിളിയും, എന്നാൽ ഇവർ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടിയുള്ള കരച്ചിലും പ്രാർത്ഥനയും ഇതെല്ലാം ഉണ്ടായിട്ട് തന്നെയും ജോസിന് ഒരിക്കലും വിശ്വാസം നഷ്ടപ്പെടാതെ പരിശുദ്ധ അമ്മയുടെ ആ സാമീപ്യം, ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ എങ്ങനെയെങ്കിലും കുഞ്ഞിൻ്റെ അടുത്തെത്തിയാൽ ഈ കുഞ്ഞിന് ജീവൻ തിരിച്ചു കിട്ടും എന്നൊരു വലിയ വിശ്വാസം അദ്ദേഹത്തിനുണ്ടായതാണ് ഈ ഒരു വലിയ വഴിത്തിരിവിന് കാരണമായത്. അമ്മയുടെ സാമീപ്യം കുഞ്ഞിൻ്റെ കട്ടിലിനടുത്ത് എത്തിയപ്പോൾ തന്നെ ഈ കുഞ്ഞ് നന്നായി ശ്വസിക്കാനും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും തുടങ്ങി. വെളിപാടിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പ്രതിപാദിച്ചതുപോലെ 21-ാം അധ്യായം 4-ാം തിരുവചനം പറയുന്നു, നിൻ്റെ മിഴികളിൽ നിന്ന് ഞാൻ കണ്ണുനീർ തുടച്ചു മാറ്റും. നമ്മുടെ എല്ലാം കണ്ണുനീർ കുപ്പികളിൽ ദൈവം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോഴെല്ലാം ദൈവം നമ്മെ ഓർക്കുകയും നമ്മോടുള്ള ആ ഉടമ്പടി വീണ്ടും വീണ്ടും പുതുക്കുകയും നമ്മെ സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും സ്നേഹത്തിലേക്കുമെല്ലാം നമ്മെ ആനയിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. നാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്ക് ഏത് കാര്യത്തിനും ഉടൻ പരിഹാരം ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ ഒരു സൗഹൃദം, ഒരു സുഹൃത്തിനെ തിരിച്ചു കൊണ്ടുവരുവാൻ ഈ ഉടമ്പടി എന്ന വലിയ മഹത്തായ ജീവിതം അദ്ദേഹത്തിന് സാധ്യമാക്കി. ഒരു ദൈവസ്നേഹത്തിലുള്ള ഏതൊരു സ്നേഹബന്ധവും അത് തുടർന്നു കൊണ്ടുപോകും. ഒരു സംശയമായാലും ഏതു കാര്യം തന്നെയായാലും ദൈവസ്നേഹത്തിൽ നിന്ന്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കും നമ്മെ വേർപെടുത്തുവാൻ സാധിക്കുകയില്ല. ദൈവസ്നേഹം നമ്മിൽ നിലനിൽക്കുവാനും പരിശുദ്ധ അമ്മയോടുള്ള ആ ശരണം എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കുവാനും ഈ സാക്ഷ്യം നമ്മുടെ ജീവിതത്തെ തുണയ്ക്കട്ടെ, സഹായിക്കട്ടെ. ICUവിൽ കഴിയുന്ന എല്ലാ മക്കളെയും, മെഡിക്കേഷൻ ഫീൽഡിലായിരിക്കുന്ന എല്ലാ മക്കളുടെയും ശുശ്രൂഷകളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ജോസിൻ്റെയും കുഞ്ഞിൻ്റെയും സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് ദൈവമാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ജീന ജെ. ഞാൻ സെൻട്രൽ ഗവൺമെൻറ് സർവീസിൽ അസിസ്റ്റൻ്റ് അക്കൗണ്ട്സ് ഓഫീസറായി പോസ്റ്റൽ അക്കൗണ്ട്സ് ഓഫീസ് നാഗ്പൂർ, മഹാരാഷ്ട്രയിൽ സേവനമനുഷ്ഠിക്കുന്നു. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാമിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് മാർച്ച് മാസം 8-ാം തീയതി 2025 2013 നവംബറിലാണ് ഞാൻ സെൻട്രൽ ഗവൺമെൻറ് സർവീസിൽ സേവനമനുഷ്ഠിക്കുന്നത്. ഞാനൊരു BTech-ഉം MTech-ഉം നെറ്റ് ക്വാളിഫൈഡുമായിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയായിരുന്നു. എന്നാൽ ഞാൻ 2013 സേവനത്തിൽ കയറുമ്പോൾ ഞാൻ സോർട്ടിംഗ് അസിസ്റ്റൻ്റായിട്ടാണ് കയറുന്നത്. എനിക്ക് ജോലി ലഭിച്ചതിൻ്റേതായൊരു സന്തോഷമുണ്ടെങ്കിലും അന്ന് മുതൽ ഈ പുതിയ പ്രൊമോഷൻ ലഭിക്കുന്നത് വരെ ഒരു ചെറിയ ജോലി ചെയ്യുന്നതായ ഒരു വിഷമം എൻ്റെ ജീവിതത്തിലുടനീളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ കഴിയുന്ന എല്ലാ എക്സാമുകളും ഞാൻ എഴുതിക്കൊണ്ട് തന്നെ ഇരുന്നു. അത് PSC ആവട്ടെ, SSC ആവട്ടെ, UPSC, RRB എന്നിങ്ങനെ എനിക്കറിയില്ല ഏതൊക്കെ പരീക്ഷകളാണ് ഞാൻ എഴുതിയിട്ടുള്ളത് എന്നുള്ളത്. അങ്ങനെ 11 വർഷത്തോളം ഞാൻ ഈ സർവീസ്, വളരെ നല്ല സേവനമാണ്, നല്ല ഡിപ്പാർട്ട്മെൻറ്റാണ്. എങ്കിൽ പോലും എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ളൊരു ജോലി കിട്ടുന്നില്ലല്ലോ എന്നൊരു ഉള്ളിലുള്ളൊരു വിഷമം എന്നെ വിട്ട് മാറുന്നുണ്ടായിരുന്നില്ല. ഞാനൊരു അമ്മയാണ്, 3 കുട്ടികളുടെ അമ്മയാണ്. പിന്നെ ഇപ്പോൾ എൻ്റെ ശരിക്കുള്ള സ്ഥലം എറണാകുളം ജില്ലയാണ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നതാണ് നാഗ്പൂർ. അങ്ങനെ ഇരിക്കെ 11 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു എക്സാം, എൻ്റെ ലൈഫിലെ അവസാനത്തെ എക്സാം ആണെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ പരീക്ഷ എഴുതാൻ തീരുമാനം എടുക്കുന്നത്. കാരണം ഓരോ പരീക്ഷ എഴുതുമ്പോഴും എൻ്റെ ഫാമിലി അടക്കം, എൻ്റെ കുഞ്ഞുങ്ങളടക്കം ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. കാരണം ഓരോ സമയം അത് പരീക്ഷ ട്രിവാൻഡ്രത്ത് വെച്ചായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ചായിരിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനെന്ന് പറഞ്ഞ് കുറേ സമയം പോവും. അങ്ങനെ പ്രാർത്ഥന ഉണ്ടെങ്കിലും എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല.
ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിൽ എത്തിച്ചേരുന്നില്ല. അങ്ങനെ തടസ്സപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു കൃപാസനം എന്ന ദേവാലയത്തെക്കുറിച്ച് എനിക്കറിയാം. പക്ഷേ എന്താണെന്നോ, ഇവിടുത്തെ എന്താണ് പ്രത്യേകത, ഇവിടുത്തെ ആചാരങ്ങൾ എന്താണ്, ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, ഇവിടുത്തെ നിയോഗങ്ങൾ എന്താണ്, ഒന്നും എനിക്കറിയില്ല. എൻ്റെ വീട് ട്രിവാൻഡ്രത്താണ്. ഞാൻ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളം പോകുമ്പോഴും ഇവിടെ ഒരു ജനത്തിരക്കും ഒക്കെ കാണാറുണ്ട്. പക്ഷേ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ പരീക്ഷ എഴുതുന്ന സമയമൊക്കെ ആകുമ്പോൾ ഈ പരീക്ഷ വരുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ നവംബർ ഡിസംബർ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ആദ്യം ഡെയിലി ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബിലെ പ്രാർത്ഥന കാണാറുണ്ടായിരുന്നു. അതിനിടയിലൂടെ ഇങ്ങനെ യൂട്യൂബിൽ ജോസഫ് അച്ഛൻ്റെ അനുദിന പ്രാർത്ഥന ഡെയിലി ബ്രെഡിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ കാണാറുണ്ട്. അപ്പം ഞാൻ അത് സബ്സ്ക്രൈബ് ചെയ്തു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ ഒരു ദിവസം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അതൊരു പ്രത്യേക ഒരു എനർജിയാണ്. അന്ന് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അന്നത്തെ ബ്ലെസ്സിങ് ആണ്. അന്ന് നമ്മളൊരു ജോലി ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ, നമ്മുടെ അന്നത്തെ ജീവിതം ആരംഭിക്കുന്നതിന് മുന്നേ ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ അന്നത്തെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ഉള്ളൊരു പ്രത്യക്ഷീകര പ്രാർത്ഥന. ആദ്യം ഞാൻ പ്രത്യക്ഷീകര പ്രാർത്ഥന സ്കിപ്പ് ചെയ്തിട്ട് ഈ പ്രാർത്ഥന മാത്രം കേൾക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇത് രണ്ടും കേൾക്കും. അത് കഴിഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങൾ ഞാൻ അച്ഛൻ പറയുന്നത് വചനം എഴുതിയെടുക്കും. അങ്ങനെ അത് കണ്ടിന്യൂസ് അതിൻ്റെ ഒരു ജീവിതത്തിലെ ഒരു ഭാഗമായി മാറി. അങ്ങനെ ഡെയിലി ഇത് കേൾക്കാറുണ്ട്. അതിനിടയിൽ നോട്ടിഫിക്കേഷൻ വന്നു, പരീക്ഷ എഴുതി. ജനുവരി 25 എൻ്റെ എക്സാം. ആ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥന കേൾക്കണം. പക്ഷെ കൃത്യമായിട്ട് 5:30 ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാൻ എപ്പോഴെങ്കിലും അത് കേൾക്കും, അന്നത്തെ പ്രാർത്ഥന. അങ്ങനെ ഈ AAO എക്സാം, അസിസ്റ്റൻ്റ് അക്കൗണ്ട്സ് ഓഫീസർ എക്സാം, വളരെ ബുദ്ധിമുട്ടുള്ള എക്സാമാണ്. ഇപ്പോൾ ഈ ഇടക്കാലത്ത് 2018, 2022 പിന്നെ 2024 ഉണ്ടായിരുന്നത്. 2018 അത് വിത്ത് ബുക്കായിരുന്നു. അന്ന് കിട്ടാനൊക്കെ എളുപ്പമുണ്ടായിരുന്നു, ഒത്തിരി വേക്കൻസി ഉണ്ട്. 2022 ആയപ്പോഴത്തേക്കും ബുക്കൊന്നുമില്ല, നമ്മൾ തന്നെ പഠിച്ച് നല്ല രീതിയിൽ ഡിസ്ക്രിപ്റ്റീവായിട്ടൊക്കെ എഴുതണം. 24 ആയപ്പോഴും വിത്തൗട്ട് ബുക്കാണ്. 6 പേപ്പറുണ്ട്, 3 ദിവസം എക്സാം, ഒരു ദിവസം 2 പേപ്പർ വെച്ച് ആണ് എഴുതേണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. കാരണം ഞാൻ വർക്ക് ചെയ്തത് സാധാ ഓപ്പറേഷണൽ ഫീൽഡിലാണ്. സാധാ ഒരു സോർട്ടിംഗ് ആണ് ഞങ്ങളുടെ ജോലി. അത് കത്ത് വരുന്നു, അത് സോർട്ട് ചെയ്യുന്നു. അതിനിടയിൽ കൂടെ ഞാൻ കുറച്ച് നാൾ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ചെറിയ വിവരങ്ങളൊക്കെ എനിക്കുള്ളൂ. അങ്ങനെ ഞാൻ പക്ഷേ എങ്കിലും എനിക്ക് ബുക്കുകളൊക്കെ വായിക്കുന്നത് ഇഷ്ടമാണ്, കളക്ട് ചെയ്തൊക്കെ വയ്ക്കും. അപ്പം ഞാൻ ഈ പരീക്ഷ വന്നപ്പോൾ എങ്ങനെ പഠിക്കും എന്ന് എനിക്കറിയില്ല, എന്തൊക്കെ കളക്ട് ചെയ്യണം എന്നറിയില്ല, ആരോട് ചോദിക്കും, ഏത് കോച്ചിങ്ങിന് പോകണം ഒന്നും അറിയില്ല. പക്ഷേ മാതാവ് എനിക്ക് ഓരോ സമയത്തും അതിൻ്റെ ഒരു ഗൈഡൻസ് പോലെ എൻ്റെ ഇങ്ങനെ പഠിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തരുന്നുണ്ടായിരുന്നു. പഠിക്കാനായിട്ടുള്ള വീട്ടിലെ സാഹചര്യങ്ങൾ, കുഞ്ഞിനോടൊപ്പം വളരെ ചെറിയ കുഞ്ഞായിരുന്നു, 6 മാസമൊക്കെ പ്രായം ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അപ്പം എങ്കിലും ആ സമയത്തെല്ലാം മാതാവ് അതൊന്നും എനിക്ക് എങ്ങനെയാണ് ശരിയായി വരുന്നതെന്ന് അറിയില്ല, മാതാവ് എല്ലാം ഒരുക്കി തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ടെൻഷനായി. എങ്ങനെയെങ്കിലും ഇത് കിട്ടിയാൽ പറ്റും, ഇനി ഞാൻ എഴുതാൻ പോകുന്നില്ല, ഒരു എക്സാം എഴുതില്ല എന്ന് ഉറപ്പിച്ചാണ് നടക്കുന്നത്. അങ്ങനെ ടെൻഷൻ കൂടി, ഓരോ സമയമാകുമ്പോഴും കൂടുതൽ ടെൻഷനായി. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു, ഇവിടെ എങ്ങനെ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, അവിടെ പോയാലേ അവിടുത്തെ ഒരു അന്തരീക്ഷം നിങ്ങൾ പോയി കാണണം, അവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് പോരാൻ തോന്നില്ല, അവിടെ പോയി എടുക്കണമെന്ന്. പക്ഷേ ആദ്യം എനിക്ക് പോകാനെന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ ഓൺലൈനിൽ എടുക്കാമെന്ന് അറിഞ്ഞത് കേട്ട് ഓൺലൈനിൽ ഞാനൊരു ഉടമ്പടി അങ്ങ് എടുത്തു. അതുമുതൽ എനിക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ അതിൽ കുറേ കണ്ടീഷൻസ് പറയുന്നുണ്ട്, നമ്മൾ കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യണം. പക്ഷേ ഞാൻ അധികം ജോലിക്ക് പോകുന്നെങ്കിൽ ഹസ്ബൻഡ് കൊണ്ടുവിടും, തിരിച്ച് വിളിച്ചുകൊണ്ട് ഇടയിൽ അങ്ങനെ ഒരിടവും പുറത്ത് പോകാറൊന്നുമില്ല. അപ്പോൾ എങ്ങനെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യും എന്നുള്ളതായി ടെൻഷൻ. അങ്ങനെ എനിക്ക് പിറ്റേ ദിവസം, അതിൻ്റെ അടുത്ത ദിവസമാണ് ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ എറണാകുളം ഹെഡ് പോസ്റ്റ് ഓഫീസ് ബിൽഡിങ്ങിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ജനറൽ ഹോസ്പിറ്റലിൻ്റെ നടയാണ് അവിടെയൊക്കെ. അപ്പോൾ അവിടെ ഒരു ചേച്ചി എന്നോട് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, മോളെ എൻ്റെ മകൾക്ക് ഓപ്പറേഷനാണ്, പക്ഷേ എൻ്റെ കയ്യിൽ ഇന്ന് അവൾക്ക് കൊടുക്കാനൊന്നുമില്ല, കഴിക്കാനൊന്നുമില്ല, അവൾക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുക്കാൻ കുറച്ച് പൈസ തരുമോ എന്ന് ചോദിച്ചു. സത്യത്തിൽ എൻ്റെ കയ്യിൽ അന്ന് പൈസയൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നും ഇല്ല തരാൻ. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, എനിക്ക് ഒന്നും തരണ്ട, എന്തെങ്കിലും വാങ്ങിച്ചു തന്നാൽ മതി, ഗോതമ്പൊടിയോ അല്ലെങ്കിൽ ബ്രെഡോ എന്തെങ്കിലും വാങ്ങിച്ചു തന്നാൽ മതി. ശരി എന്ന് പറഞ്ഞ് ഞാൻ ആ ചേച്ചിയും കൂടെ പോയി കടയിൽ പോയി കുറച്ച് സാധനം മേടിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞതെല്ലാം മേടിച്ചു കൊടുത്തു.
എന്നിട്ട് ഞാൻ അന്ന് എൻ്റെ കയ്യിൽ പത്രം ഇത്രയധികമൊന്നും ഇല്ല, കയ്യിലൊരു പഴയ പത്രം ഞാൻ പള്ളിയിലൊക്കെ സ്റ്റാൻഡിൽ ചിലപ്പോൾ ഇങ്ങനെ വേണ്ടാതെയൊക്കെ ഇട്ടേക്കും, ആരെങ്കിലും വെച്ചിട്ട് പോകും. അതൊക്കെ ഞാനെടുത്ത് എനിക്ക് ഒരെണ്ണം ഞാൻ എപ്പോഴും എടുക്കാറുണ്ട്, അതെൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ചേച്ചിയുടെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, കൃപാസനത്തിൽ ചേച്ചി പോകണം, അവിടെ ഭയങ്കര മിറാക്കിളാണ്, ചേച്ചി പോകണം. അപ്പോൾ എനിക്കറിയാം മോളെ ദൈവം അനുഗ്രഹിക്കുന്നു, ഇത്ര മാത്രമേ പറഞ്ഞോളൂ. പിന്നെ ഞാൻ ആ ചേച്ചിയെ കണ്ടിട്ടില്ല. അപ്പോൾ പക്ഷേ അന്ന് എനിക്ക് ചിലവായത് 500 രൂപയിൽ ചില്ലറയായിരുന്നു. അന്ന് വൈകുന്നേരം എനിക്ക് ആ പൈസ മറ്റൊരു വിധത്തിൽ എനിക്ക് തിരിച്ചു കിട്ടി. അത് വളരെ അപ്രതീക്ഷിതം. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് ചിലവാകുന്നത് തിരിച്ചു കിട്ടുന്നത്. അത് ശരിക്കും ഞാൻ ലോട്ടറിയൊക്കെ എടുക്കുന്ന ആളൊന്നും അല്ല, ചുമ്മാ ഞാൻ എടുത്ത് വെച്ചതാണ്. അത് 2000 രൂപ അടിച്ചു. അതായത് 500 രൂപയ്ക്കകത്ത് എനിക്ക് ചിലവായത് 2000 രൂപ എനിക്ക് ലോട്ടറി അടിച്ചു. പിന്നെ എനിക്ക് അടിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം എനിക്ക് മാതാവ് എനിക്കൊരു അടയാളം തന്നതാണ്, നീ എന്നെ വിശ്വസിക്കണം എന്ന് പറഞ്ഞൊരു. കാരണം ഞാൻ എപ്പോഴും കൊന്ത ശരീരത്തിൽ ഉപയോഗിക്കും, എപ്പോഴും ഞാൻ മാലയിടും. പക്ഷേ ചെറുപ്പത്തിൽ എനിക്ക് ജപമാലയൊക്കെ ചൊല്ലും. പിന്നെ എൻ്റെ വിശ്വാസം കുറഞ്ഞു പോയി, മധ്യസ്ഥ പ്രാർത്ഥനകളിലൊക്കെ ഉള്ള വിശ്വാസം കുറഞ്ഞു പോയി. പിന്നെ മാതാവ് എന്നെ അടുപ്പിക്കലായിരുന്നു. അങ്ങനെ മാതാവിലേക്ക് അടുത്തതാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി ജീവിതത്തിലേക്ക് വരുന്നു. പിന്നെ ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ ജീവിതത്തിൽ മുഴുവനായിട്ട്, കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഒക്കെ ഒരു പ്രൊട്ടക്ഷൻ അനുഭവപ്പെട്ടു തുടങ്ങി. അങ്ങനെ റിസൾട്ട് വരുന്നത് മെയ് മാസം 9-ാം തീയതി. അതായത് എൻ്റെ ഉടമ്പടി എടുത്ത് 3 മാസം ആയിട്ടില്ല, അതിനു മുമ്പ് റിസൾട്ട് ആയിപ്പോയി. എന്നെ റിലീവ് ചെയ്യുന്നതും ഒക്കെ ലേറ്റായി. അങ്ങനെ എനിക്ക് ഇടയ്ക്കൊന്നും ഇവിടെ വരാൻ പറ്റില്ല, നാഗ്പൂരാണ് പോസ്റ്റിങ്. മാർക്ക് ഓരോ പേപ്പറിനും 40 മാർക്ക് വേണം. രാവിലെ ഉണ്ട്, ഉച്ച കഴിഞ്ഞ് പരീക്ഷയുണ്ട്. അങ്ങനെ 3 ദിവസം കണ്ടിന്യൂസ് പരീക്ഷ. ഓരോ പേപ്പറും ജനറൽ മെറിറ്റിൽ 40 മാർക്ക് വേണം. ടോട്ടലായിട്ട് നമ്മൾ മെറിറ്റ് ലിസ്റ്റിൽ, റാങ്ക് ലിസ്റ്റിൽ വരികയും ചെയ്യണം. ഇതായിരുന്നു കണ്ടീഷൻ. അപ്പോൾ ജനറലിൽ കിട്ടുമെന്നുള്ളത് ആ ഒരു ടെൻഷൻ എപ്പോഴും എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ ഹോൾ ടിക്കറ്റിൽ മാതാവിൻ്റെ വെഞ്ചരിച്ച ഉപ്പും വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് കൈയും കാലം എനിക്ക് അറിയില്ല. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉടമ്പടിയിലാണോ വേറെ നിങ്ങൾ ആലോചിക്കരുത്, പേടിക്കരുത്, പിന്നെ ബാക്കിയെല്ലാം മാതാവ് നോക്കിക്കോളും. എങ്കിലും ഞാൻ ആദ്യം റിസൾട്ട് നോക്കുന്നതിന് മുന്നേ ആദ്യം ഭയങ്കരമായിട്ട് പേടിച്ചു. എങ്കിലും നോക്കിയപ്പോൾ ഏറ്റവും ലാസ്റ്റ് ജനറലിൽ 392.5 മാർക്കാണ് എൻ്റേത്. പിന്നീടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് 0.25 കിട്ടിയ ആൾക്ക് കിട്ടിയിട്ടില്ല. അത് ജനറൽ മെറിറ്റിൽ ഏറ്റവും ലാസ്റ്റ്. ഞാൻ ഇപ്പോഴും അത് മാതാവിനോട് എൻ്റെ ജീവിതം ഞാനൊരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷി ആകണമെന്ന് ഞാൻ അന്ന് അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ മറ്റുള്ളവർക്ക് ഈശോയെ കൊടുക്കാൻ പറ്റണം, എനിക്കും എൻ്റെ കുടുംബത്തിനും മറ്റുള്ളവർക്ക് ഈശോയെ കൊടുക്കാൻ പറ്റണം എന്നുള്ള ഒരു വരി കൂടെ ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എഫക്റ്റാണെന്ന് എനിക്ക് ഉറപ്പായിട്ട് മനസ്സിലായി. പിന്നെ ഞാൻ എവിടെയും ഒരു നാണക്കേടും കൂടാതെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഞാനൊരു ഗ്രൂപ്പ് ബി ഗസറ്റഡ് ഓഫീസറാണ്. ഇപ്പോഴും എവിടെയും എപ്പോഴും ഞാൻ ആദ്യം പറയണതായിരിക്കും, ഞാനാണ് ജനറൽ മെറിറ്റിൽ ഏറ്റവും ലാസ്റ്റ്, എനിക്ക് കഴിഞ്ഞ് പിന്നെ ആർക്കും കിട്ടിയിട്ടില്ല. ആ ഒരു വാക്ക് ഞാൻ പറയും. അങ്ങനെ മാതാവ് എനിക്ക് ആ ഒരു ലിസ്റ്റിൽ ഒരു ഇടം തന്നു. ഇന്ന് ഞാൻ ആ ലിസ്റ്റിൽ കയറാൻ പറ്റാത്ത ഒത്തിരി സഹോദരങ്ങൾ എനിക്കറിയാം. അവർ വളരെ വിഷമത്തോടെ നോക്കി വിഷമിച്ചിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വിജയം ഞാൻ കൃപാസനം മാതാവിന് ഞാൻ സമർപ്പിക്കുന്നു. പിന്നെ ഞാൻ ഇവിടുന്ന് എൻ്റെ ജീവിതം ആകെ വ്യത്യാസമാണ്. കാരണം ഞങ്ങൾ മഹാരാഷ്ട്രയിലേക്ക് പോകേണ്ടി വന്നു. നാഗ്പൂർ അവിടെ സെറ്റിൽ. അവിടെ പള്ളികളൊക്കെ വളരെ കുറവാണ്, പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങളൊക്കെ കുറവാണ്, ദൂരെയൊക്കെയാണ്. എങ്കിലും ഞാൻ ഇവിടുന്ന് പോയപ്പോൾ മറാഠി, ഹിന്ദി, ഇംഗ്ലീഷ്, പിന്നെ മലയാളം, ഇത്രയും പേപ്പർ ഞാൻ കരുതിയിരുന്നു. അതുപോലെ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ കുറേ കാശ് രൂപവും ഉപ്പും പുസ്തകങ്ങളും ഒക്കെ മേടിച്ചുകൊണ്ട് പോകും. ആരെങ്കിലും ആവശ്യമാണെന്ന് കണ്ടാൽ അവർക്ക് ഞാനത് കൊടുക്കും. അപ്പോൾ അതിലെ 1-2 അടയാളങ്ങൾ എനിക്കുണ്ടായിട്ടുള്ളത്, ഞാൻ സുഖമില്ലാത്ത കുഞ്ഞുങ്ങൾ കാണുമ്പം അവർ ഭക്ഷണം കഴിക്കാതെയൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ ഞാൻ വെഞ്ചരിച്ച ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി അവർക്ക് കൊടുത്ത ശേഷം അവർ ഭക്ഷണം കഴിച്ചു തുടങ്ങി. അതെന്നെ നേരിട്ട് എനിക്ക് കാണുമ്പോൾ ഞാൻ തന്നെ അത് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ റിലേറ്റീവ്സ് അകലെയാണ്, ട്രിവാൻഡ്രത്താണ്. അപ്പോൾ അവരെയും എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ എനിക്ക് കഴിയില്ല, എനിക്ക് ഓടിച്ചെല്ലാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്, തേനും ഉപ്പും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അവിടെ ഉണ്ടെന്ന് അറിയുമ്പോഴത്തേക്ക് ഞാൻ
പറയും. വിശ്വാസ പ്രമാണം ചൊല്ലി ഇത് അപ്പന് കൊടുക്കണം, അമ്മയ്ക്ക് കൊടുക്കണം, അങ്ങനെ പറയും. അതുപോലെ വീടിൻ്റെ ഭാഗത്തും മറ്റ് അതായത് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ ഉപയോഗിക്കും, വിഞ്ചരിച്ച ഉപ്പ് ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ നിന്ന് മണ്ണ് എടുത്തിട്ട് പോയി അത് അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈ എവിടെയൊക്കെ ഈശോയുടെ നാമം വെളിപ്പെടുത്താൻ പറ്റുമോ അവിടെയൊക്കെ ഞാൻ പറയാറുണ്ട്. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നത് പോലെ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ എന്നെക്കാൾ അധികമായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികളാണ് എന്നെക്കാൾ അധികമായിട്ട് ഈശോയെയും മാതാവിനെയും കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത്. ഓരോ പ്രാവശ്യം പറയുമ്പോഴും അവരുടെ ലൈഫിൽ കൂടുതൽ കൂടുതൽ നന്മകൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് കാണപ്പെടുന്നു. അപ്പോൾ എവിടെയൊക്കെയാണോ നമ്മൾ വചനം പ്രസംഗിക്കുകയും മാതാവിനെക്കുറിച്ച് പറയുകയും ഈശോയെക്കുറിച്ച് പറയുകയും നമ്മൾ ആ നന്മ പങ്കുവെക്കുകയും ചെയ്യുമ്പോഴെല്ലാം വചനത്തിലൂടെ ദൈവം അത് സ്ഥിരീകരിക്കുകയും ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. പിന്നെ ചെറിയ ചെറിയ സംഭവങ്ങളും ഇതിനോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ്റെ കേസിൽ ഞാൻ തടസ്സങ്ങൾ എവിടെയൊക്കെ വരുന്നത്, സാമ്പത്തിക ഞെരുക്കങ്ങൾ വരുമ്പോഴും അഡ്മിഷൻ കിട്ടാതെ വരുമ്പോൾ, വീട് കിട്ടാതിരിക്കുമ്പോഴും എപ്പോഴും ഇപ്പം ഒരു ഉറപ്പുണ്ട്, വെഞ്ചരിച്ച ഉപ്പും വിശ്വാസ പ്രമാണവും മാതാവും ഈശോയും ഞങ്ങളുടെ ഒപ്പമുണ്ടെന്നുള്ളത്. ഇതുപോലെ വലുതും ചെറുതുമായ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഇന്ന് ഞാൻ ഉടമ്പടി പുതുക്കാനാണ് വന്നത്. സാക്ഷ്യം പറയണമെന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പം മാതാവിനും കൃപാസന മാതാവിനും തിരുക്കുമാരനും എൻ്റെ സാക്ഷ്യം ഞാൻ സമർപ്പിക്കുന്നു. 1 ദിനവൃത്താന്തം 5:20. ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. ജീന എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി സാക്ഷ്യാനുഭവം നമ്മോട് പങ്കുവെക്കുകയായിരുന്നു വലിയ സന്തോഷത്തോടെ. മകൾ ആ സാക്ഷ്യം തുടങ്ങുമ്പോൾ തന്നെ മകളുടെ ജീവിതത്തിൻ്റെ സാഹചര്യം സൂചിപ്പിച്ചു. ആൾ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു മകളാണ്. പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു പ്രൊഫഷൻ, ജോലിയിലേക്ക് മകൾക്ക് പ്രവേശിക്കുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് സർക്കാർ ജോലി ലഭിച്ചുവെങ്കിൽ കൂടിയും ഉള്ളിൽ എപ്പോഴും ഒരു വിങ്ങലുണ്ടായിരുന്നു. താൻ പഠിച്ചതിനൊത്ത വിധം തനിക്ക് ഉയരുവാൻ സാധിച്ചില്ലല്ലോ എന്ന് മകൾ പറയുന്നുണ്ട്. 11 വർഷം എഴുതാവുന്ന എണ്ണമില്ലാത്തത്രയും പരീക്ഷകൾ എഴുതി ഇത്തിരി കൂടി മെച്ചപ്പെട്ട ജോലിക്ക് വേണ്ടി ഏറെ പരിശ്രമിച്ചിരുന്നു. അതെല്ലാം പാഴായിപ്പോയെന്ന്. അതിനുശേഷമാണ് കൃപാസന മാതാവിനെക്കുറിച്ച് അറിയുന്നത്, അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്, അമ്മയുടെ അരികിൽ തൻ്റെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുന്നത്. ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആദ്യത്തെ ഒരു ബോധ്യമാണ്, നമ്മുടെ ജീവിതത്തിൽ മെറിറ്റുകൾ ഇല്ലാതാകുമ്പോൾ ദൈവകൃപയാൽ ജീവിതം അനുഗ്രഹിക്കപ്പെടുമെന്ന്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മെറിറ്റിൽ ആശ്രയിക്കാതെ ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിതത്തെ വിട്ടുകൊടുക്കുവാനുള്ള എളിമ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ നമുക്കത് ദൈവികമായ ശക്തി ജീവിതത്തിൽ പ്രവഹിക്കുന്നത് കാണുവാൻ സാധിക്കും. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ എൻ്റെ ജീവിതത്തിൽ നാളിതുവരെ ഞാൻ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ ദുരിതങ്ങളെ, പരാജയങ്ങളെ, ഞാൻ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നിടത്ത് എത്തിച്ചേരുവാൻ പറ്റാത്ത വിധത്തിലുള്ള തടസ്സങ്ങളെ, അത് മാറിപ്പോകുവാൻ എൻ്റെ പരിശ്രമങ്ങളെല്ലാം എനിക്കത് പാഴായിപ്പോകുമ്പോൾ അത് എൻ്റെ അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ജീവിതം, അതാണ് ഉടമ്പടിയിൽ നമ്മൾ ആരംഭിക്കുന്നത്. കാരണം എൻ്റെ കഴിവിനെയും എനിക്കുള്ള കാലിബറിനെയും എനിക്കുള്ള സാധ്യതകളെയും എനിക്കുള്ള ബന്ധുബലങ്ങളെയും എനിക്കുള്ള സാഹചര്യങ്ങളെയും ഒക്കെ ഞാൻ വിട്ടുകൊണ്ട് ദൈവശരണത്തിൽ മാത്രം, ദൈവകൃപയിൽ മാത്രം ഒരു വിജയത്തിന് വേണ്ടി, ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മകൾ പറയുന്നുണ്ട്, ഇപ്പോൾ മകൾ അസിസ്റ്റൻ്റ് അക്കൗണ്ട്സ് ഓഫീസറായിട്ട് ആ ഒരു ഗസറ്റഡ് റാങ്കിലുള്ള ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മകൾ തയ്യാറെടുക്കുമ്പോൾ ഏറെ ക്ലേശമുള്ളൊരു പരീക്ഷ, ഏറെ കോമ്പറ്റീറ്റീവായിട്ടുള്ള ഒരു പരീക്ഷ, അത് എഴുതുമ്പോഴും മകളുടെ ശരണം മുഴുവനും അമ്മ മാതാവിൽ മാത്രമാണ്. ഇനി ഇത് അമ്മയിൽ നിന്ന് ലഭിച്ചുവെന്ന് മകൾ പറയുവാൻ കാരണം മകൾ ഏറ്റവും അവസാനത്തെ റാങ്കുകാരിയാണ്. ജനറൽ കാറ്റഗറിയിൽ ആ ജോലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അവസാനത്തെ റാങ്കുകാരിയാണ്. കാരണം വേണമെങ്കിൽ ഞാൻ കൂടി ഒഴിവാക്കപ്പെടാമായിരുന്നു. പക്ഷേ ഉടമ്പടിയിലുള്ള എൻ്റെ വിശുദ്ധിയും വിശ്വസ്തതയും അമ്മ മാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് ഞാൻ നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത ജീവിതവും മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവിനെ മഹത്വപ്പെടുത്തി സുവിശേഷം പറയുവാൻ വേണ്ടി ഞാൻ കാണിച്ചിരുന്ന എൻ്റെ തീഷ്ണത, മകൾ തന്നെ സൂചിപ്പിച്ചു, ഹിന്ദി, മറാഠ, ഇംഗ്ലീഷ്
മലയാളം എല്ലാ കൃപാസനം പത്രങ്ങളും കൊണ്ടുപോയി ആർക്കെന്താണ് ഉപകരിക്കുക ആ രീതിയിൽ പ്രേക്ഷിത പ്രവർത്തനത്തെ തൻ്റെ ജീവിതം കൊണ്ട് നന്നായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി കാണിച്ചിരുന്ന ഒരു ശ്രദ്ധ, അതാണ് അവൾക്ക് ഈ നല്ല ജോലിയിലേക്ക് പ്രൊമോഷൻ ലഭിക്കുവാൻ തക്കവിധം പരീക്ഷയ്ക്ക് വിജയം നൽകിയതെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ സാധ്യതകൾ അടയുന്നുവെന്ന് കാണുമ്പോൾ ആവർത്തിച്ച് പരാജയങ്ങൾ മാത്രം ജീവിതത്തിൽ വരുമ്പോൾ മേൽഗതിയിലേക്ക് ഉയരുവാൻ പറ്റുന്നില്ലെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ അമ്മ മാതാവിൻ്റെ അരികിൽ ഉടമ്പടിയിൽ നിങ്ങൾ ഉറപ്പായി ദൈവശരണത്തിൽ ആശ്രയിച്ചുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ അമ്മ എന്നെ സഹായിക്കണമെന്ന് ആഗ്രഹത്തോടെ നിങ്ങൾ എഴുതി വെച്ചോളൂ. ഉറപ്പിച്ച് നിങ്ങൾ ഉടമ്പടി നന്നായി ജീവിച്ചോളൂ. നമുക്കത് അനുഗ്രഹം കാണുവാനാവും. ഈ അൾത്താരയിൽ പറയുന്ന ഏറ്റവും കൂടുതൽ സാക്ഷ്യങ്ങൾ അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് തന്നെയാണ്. എൻ്റെ കഴിവിലല്ല, ദൈവകൃപയാൽ എൻ്റെ അമ്മ മാതാവിൻ്റെ പ്രത്യേക സഹായത്താൽ എനിക്ക് അർഹതയില്ലാതിരുന്ന, എനിക്ക് ലഭിക്കുവാൻ പ്രയാസമായിരുന്ന ഇടങ്ങളിലേക്ക് എൻ്റെ അമ്മ മാതാവ് എന്നെ സുന്ദരമായി എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചുവെന്ന്. അതുകൊണ്ട് നോട്ട് ബൈ ഗ്രേസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നത് ഉടമ്പടി ജീവിതത്തിൽ നാം തുടങ്ങുമ്പോൾ കേൾക്കുന്ന ആദ്യത്തെ ഒരു ആപ്തവാക്യമാണ്. എൻ്റെ കഴിവുകളെല്ലാം എനിക്ക് തന്നെ കുറവായി തീരുമ്പോൾ എൻ്റെ കർത്താവും എൻ്റെ അമ്മ മാതാവും എൻ്റെ ജീവിതത്തെ ഉയർത്തുന്നതിന് വേണ്ടി അവിടുത്തെ സാന്നിധ്യവും സംരക്ഷണവും വിജയങ്ങൾ നൽകി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കും. അത് ആ വിജയം നമുക്ക് ഭൗതികമായ നന്മകൾക്ക് വേണ്ടിയല്ല, മറിച്ച് ദൈവത്തെ കൂടുതൽ അറിയുവാനും ദൈവത്തെ കൂടുതൽ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനും നമ്മളെ ഉത്തരവാദിത്തപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഉടമ്പടി നമ്മൾ ഓർക്കണം. ഉടമ്പടി നമ്മൾ ജീവിക്കുമ്പോൾ ഉടമ്പടി പ്രകാരം ഒരു അനുഗ്രഹം ലഭിച്ചാൽ നമുക്ക് ഉത്തരവാദിത്തം ഇരട്ടിയാണ്. ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവികമായ വിശ്വാസത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുവാനും. അതുകൊണ്ട് ഉടമ്പടി നമുക്ക് അനുഗ്രഹത്തിലേക്ക് തന്നെ നയിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ നമുക്ക് പുതിയ ആകാശം ഉടമ്പടി എപ്പോഴും നമുക്ക് വേണ്ടി ഒരുക്കിത്തരും. നമ്മൾ ദൈവത്തോട് വിശ്വസ്തതയുള്ളവരായി ജീവിക്കുവാൻ ദൈവസന്നിധിയിൽ എന്നും എളിമയിൽ നിലനിൽക്കണം. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാണെന്ന് ബോധ്യത്തോടു കൂടി എവിടെ വ്യാപരിക്കുന്നുവോ വ്യാപരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറാവുകയും വേണം. അത് നിലനിൽക്കുന്ന സമാധാനം, നിലനിൽക്കുന്ന ഐശ്വര്യം, നിലനിൽക്കുന്ന വിജയങ്ങൾ അമ്മ തുടർച്ചയായി തരുന്നത് നമുക്ക് കാണുവാനാവും. ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് തന്നെ ഈ ആൾത്താരെ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി. എൻ്റെ പേര് മെർലിൻ. ഞാൻ ഓസ്ട്രേലിയയിലെ മെൽബണിൽ നിന്ന് വരുന്നു. ഞാൻ ഇന്നലെ രാത്രിയാണ് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നത് 3 വർഷത്തിന് ശേഷം. അപ്പോൾ ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഇന്ന് വന്നതാണ്. ഞാൻ ഓൺലൈനിലാണ് ഉടമ്പടി എടുത്തത്. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് 2024 ഒക്ടോബർ 9-ാം തീയതിയാണ്. പക്ഷേ ഞാൻ കൃപാസനത്തിനെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത് 2018-ലാണ്. എൻ്റെ മമ്മി 2018 ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് മമ്മിയുടെ കൂടെ ഞാൻ കൃപാസനത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഞാൻ ആ ഒരു ഏരിയയിൽ പോയി ഇരുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് എനിക്ക് ചൂടെടുത്തിട്ട് ഞാൻ മമ്മിയോട് എന്നെ മേലെ ഇങ്ങോട്ട് കൊണ്ടുവരരുതെന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കിയാണ് ഇവിടുന്ന് പോയത്. അങ്ങനെ അപ്പോൾ 2018 തൊട്ട് എനിക്ക് ഓസ്ട്രേലിയയിൽ പോയി പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. 2018 ഞാൻ IELTS ഒക്കെ എഴുതി. പക്ഷേ പിന്നെ IELTS ഒക്കെ പാസ്സായി. പക്ഷേ ഓസ്ട്രേലിയക്ക് പോകാൻ എനിക്ക് പറ്റിയില്ല. പിന്നെ അതങ്ങനെ കടന്നു. ഞാൻ പിന്നെ BEd ഒക്കെ പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ 2022 ഞാൻ വീണ്ടും ഓസ്ട്രേലിയക്ക് പോകണമെന്ന് വിചാരിച്ച് പ്രോസസ്സിംഗ് ഒക്കെ തുടങ്ങി. എന്നിട്ട് ഇതുപോലെ പ്രോസസ്സിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഡിലേ ആയിരുന്നു. എനിക്കൊരു ഓഫർ ലെറ്ററൊക്കെ വന്നത് ഭയങ്കര താമസിച്ചാണ്. എന്നിട്ട് വിസയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഡിസംബറായിട്ടും എനിക്ക് വിസയ്ക്ക് ഏജൻസിക്കാർ ആപ്ലിക്കേഷൻ അയക്കുന്നില്ല. ഞാൻ എല്ലാ പേപ്പറും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ ഓരോരോ റീസൺ പറഞ്ഞിട്ട് ഇങ്ങനെ ഡിലേ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാനിങ്ങനെ യൂട്യൂബിലൊരു വീഡിയോ കണ്ടു. ഒരു കൊച്ചിന്, ഒരു നോർത്ത് ഇന്ത്യയിലുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനെ ഓട്ടോ ഗ്രാൻഡായിട്ട് 2 മിനിറ്റിനുള്ളിൽ ഓസ്ട്രേലിയൻ വിസ ഗ്രാൻഡ് ആകുന്ന ഒരു വീഡിയോ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ തന്നെ എനിക്ക് കൃപാസനത്തിൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ എനിക്ക് ഫോണിൽ വന്നു. അപ്പം മമ്മി എനിക്കിങ്ങനെ ഒരു കാശുരൂപം തന്നിട്ടുണ്ടായിരുന്നു കൃപാസനത്തിൽ. അപ്പം ഞാനിങ്ങനെ ആ കൃപാസനത്തിലെ വീഡിയോ ഞാൻ വെറുതെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ മാതാവിനെ പരീക്ഷിക്കണം. എനിക്ക് വേറെ ഒരു ഉദ്ദേശമില്ല, മാതാവിനെ പരീക്ഷിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, നാളെ ഏജൻസിക്കാരെന്നെ ഇങ്ങോട്ട് വിളിച്ച് എനിക്ക് വിസയ്ക്ക് വെച്ച് എനിക്ക് ഓട്ടോ ഗ്രാൻഡായിട്ട് വിസ വരുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാതെ. അപ്പോഴത്തേനും അങ്ങനെ ഞാനങ്ങ് പറഞ്ഞു വെച്ചു. അതിന് പിറ്റേ ദിവസം ഇതുപോലെ ഒരു ഒക്ടോബർ 9, 2023 ആയിരുന്നു.
അപ്പം ഇതുപോലെ ഏജൻസിക്കാരെന്നെ വിളിച്ചു, നമുക്ക് വിസയ്ക്ക് വെക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് വിളിച്ചു. വന്നിട്ട് വിസയുടെ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്തു. ഒരു വൈകുന്നേരം 4:30 ആയപ്പോഴത്തേനും അവർ വിസ ഫീസ് അടച്ചു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞാൻ ഫോൺ വെച്ച് ഞാൻ എൻ്റെ മുറിയിൽ നിന്ന് ഞാൻ അടുക്കള വരെ ഞാൻ പോയില്ല. അതിന് മുന്നേ ഫോൺ വീണ്ടും ബെല്ലടിക്കുന്നു. അപ്പോഴത്തേനും ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേനും ഫോൺ എടുത്തു. അപ്പോൾ ഏജൻസിക്കാരായിരുന്നു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു ക്രിസ്മസിന് എന്നാ പരിപാടി. ഞാൻ ചോദിച്ചു എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഓസ്ട്രേലിയക്ക് പോകണില്ല. ഞാൻ ചോദിച്ചു വിസ വരാതെ എങ്ങനെയാണ് ഓസ്ട്രേലിയക്ക് പോകണം, എനിക്ക് ദേഷ്യം വന്നു. അപ്പോഴത്തേനും അവർ പറഞ്ഞു വിസ വന്നത്. അപ്പോഴത്തേനും എനിക്കറിയത്തില്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ മാതാവ് എന്നെ അതുപോലെ ഒരു വലിയ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ സാധിച്ചു തന്നു. എന്നിട്ട് ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ വന്നു കഴിഞ്ഞു. മാതാവ് ഇത്രയും വലിയ അത്ഭുതം ചെയ്തു. എന്നിട്ട് ഞാൻ പഠിച്ചില്ല. ഇവിടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. പണ്ട് ആ സിസ്റ്റർ ഇപ്പോൾ ഉണ്ടായിരുന്നു. എനിക്ക് സോറി പറയണമെന്നുണ്ട്, എനിക്ക് അത്രയും ദേഷ്യമായിരുന്നു സിസ്റ്ററിനോട്. അപ്പോഴത്തേനും ആ സിസ്റ്ററിനോട് പറഞ്ഞു മാതാവ് നിനക്ക് അനുഗ്രഹം തന്നു, നീ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. നീ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനിനി ഒന്നും ചെയ്യാൻ പോകണില്ല, മാതാവിനെ അനുഗ്രഹിച്ചു, ഞാൻ സാക്ഷ്യം പറയും. അപ്പം നീ ഉടമ്പടി എടുക്കുമോ, കാരുണ്യ പ്രവൃത്തി ചെയ്യോ, അതൊന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് സാക്ഷ്യം പറയാം. അപ്പോൾ സിസ്റ്റർ സാക്ഷ്യം പറയിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും എനിക്ക് എന്ത് ദേഷ്യമായി. ഞാൻ ചോദിച്ചു ഉടമ്പടി എടുത്തില്ലെങ്കിലും മാതാവ് അനുഗ്രഹിക്കുക ചെയ്യുമെന്നും പറഞ്ഞ് ഞാൻ സാക്ഷ്യം എഴുതിയായിരുന്നു. ആ പേപ്പർ ഞാനിവിടെ നേർച്ചപ്പെട്ടിയിലിട്ടിട്ട് ഞാനാണെങ്കിൽ ഓസ്ട്രേലിയക്ക് പോയി. എന്നിട്ട് അവിടെ ചെന്ന് അവിടെ ഏത് അസൈൻമെൻറ്റ് എഴുതിയാലും എല്ലാത്തിനും കാശുരൂപം പിടിച്ചാണ് ഞാൻ എല്ലായിടത്തും പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ ഒരു പരീക്ഷയുണ്ട്, ലാൻഡേറ്റ് എന്ന് പറഞ്ഞ്. ഇപ്പം നമ്മുടെ കേരളത്തിൽ കേറ്ററ്റ് സെറ്റ് എന്നൊക്കെ പറഞ്ഞ ടീച്ചർമാർക്ക് പരീക്ഷയുള്ളതുപോലെ ഓസ്ട്രേലിയ ലാൻഡേറ്റ് എന്നും പറഞ്ഞൊരു എക്സാം ഉണ്ട്. അപ്പം അതിന് ഇതുപോലെ 3 ചാൻസേ ഉള്ളൂ. ആ 3 ചാൻസിൽ നമ്മൾ പാസ്സായില്ലെങ്കിൽ നമ്മൾ കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് പോരേണ്ടി വരും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് പാസ്സാകുകയും വേണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഫസ്റ്റ് ചാൻസിൽ പോയി എഴുതി. എൻ്റെ ക്ലാസ്സിലുള്ള ആരും ഫസ്റ്റ് ചാൻസിൽ എഴുതാൻ വന്നില്ല, കാരണം എല്ലാവർക്കും ടെൻഷനായിരുന്നു. എനിക്ക് പേടി കൂടുതലായത് കാരണം ഞാൻ വിചാരിച്ചു ആദ്യം തൊട്ട് എഴുതിയേക്കാം, 3 ചാൻസല്ലേ ഉള്ളൂ. ആദ്യത്തത് വെറുതെ ഒരു സ്ലം പോലെ ഞാൻ പോയി കാശുരൂപം പിടിച്ചുകൊണ്ടാണ് പോയത്. എന്നിട്ടും ഇംഗ്ലീഷും മാത്സും ലാൻഡേറ്റിന്. അപ്പോൾ എനിക്ക് മാത്സൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ എനിക്ക് അവസാനം വായിക്കാൻ സമയം പോലും കിട്ടിയില്ല. ഞാൻ വെറുതെ ഏതാണ്ട് കറക്കി കുത്തിയ ആൻസറൊക്കെ സബ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോഴത്തേനും ഞാൻ ഇതുപോലെ മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് കുഴിച്ചു വരച്ചിട്ടാണ് സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ റിസൾട്ട് വന്നപ്പോഴത്തേനും ഫസ്റ്റ് ചാൻസിൽ തന്നെ മാതാവ് അനുഗ്രഹിച്ച് ഞാൻ ലാൻഡേറ്റ് പാസ്സായി. എൻ്റെ ക്ലാസ്സിൽ ആദ്യമായിട്ട് എക്സാം പാസ്സായത് ഞാനാണ്. പിന്നെ ഒരുപാട് പിള്ളേർ ഇതുപോലെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് പോയി. അതുപോലെ തന്നെ ഈ എക്സാം പാസ്സാകാത്തത് കാരണം. അപ്പം മാതാവ് അനുഗ്രഹിച്ച് എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല. പിന്നെ വളരെ സ്മൂത്തായിട്ടാണ് എനിക്ക് എല്ലാ അസൈൻമെൻ്റ് ആണെങ്കിലും. എൻ്റെ ക്ലാസ്സിൽ കൂടുതൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയിരുന്നു. പക്ഷേ അവരാരും പാർട്ട് ടൈം ജോലിക്കോ അങ്ങനെയൊന്നും പോകുന്നില്ല, ഞാൻ മാത്രമേ പോകുന്നുള്ളായിരുന്നു. എന്നിട്ട് പോലും എനിക്ക് ഒരു അസൈൻമെൻറ്റിന് പോലും ഒരു എക്സ്ട്രാ ഡേയ്സ് ഒന്നും ചോദിക്കാതെ എല്ലാം കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യാൻ മാതാവ് സഹായിച്ചു. എല്ലാത്തിനും ഞാൻ മാതാവിൻ്റെ കാശുരൂപം വെച്ച് കുഴിച്ചു വെച്ചാണ് എല്ലാ അസൈൻമെൻറ്റും ഞാൻ സബ്മിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒക്ടോബർ 2024 എൻ്റെ കോഴ്സ് കഴിയാറായി. നവംബർ ആകുമ്പോൾ കോഴ്സ് കഴിയും. അപ്പം ഞാൻ സെപ്റ്റംബറിൽ വെച്ച ഒരു അസൈൻമെൻറ്റിൻ്റെ മാർക്ക് എന്ത് ചെയ്താൽ വരുന്നില്ല. വാലുവേഷൻ ഭയങ്കര സ്ട്രിക്റ്റാണ്, എന്ത് ചെയ്താൽ മാർക്ക് വരുന്നില്ല. അപ്പോഴത്തേനും ഒരു ദിവസം റിസൾട്ട് വന്നു എന്നും പറഞ്ഞ് ഇങ്ങനെ ഇമെയിൽ വന്നു. അപ്പം ഞാൻ എടുത്ത് നോക്കിയപ്പോഴത്തേനും എൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. എൻ്റെ റിസൾട്ട് അവർ ഇങ്ങനെ വീണ്ടും എന്നോട് സംസാരിക്കണം, റിസൾട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്താ കാര്യം എന്ന് മനസ്സിലായില്ല. ഇത് AI ഡിറ്റക്ട് ചെയ്തു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അസൈൻമെൻറ്റിൽ ഡിറ്റക്ട് ചെയ്തു എന്നാണ് അവർ റീസൺ പറഞ്ഞേക്കുന്നത്. ഞങ്ങൾക്ക് AI യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് ഇപ്പം നമുക്ക് AI യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിക്ലറേഷൻ്റെ അകത്ത് അത് എഴുതണം. അപ്പം ഞാനത് യൂസ് ചെയ്തത് ഇങ്ങനെ നമുക്ക് റെഫറൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അസൈൻമെൻറ്റ് എഴുതുമ്പോഴത്തേനും. ആ റെഫറൻസിൻ്റെ കറക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ AI യൂസ് ചെയ്തത്. അപ്പം അതിൻ്റെ അകത്ത് AI വീണ്ടും വെക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ച് ഞാനത് ഡിക്ലെയർ ചെയ്തില്ല. പക്ഷെ എന്നാലും എനിക്ക് ടെൻഷനായി, കാരണം ഇങ്ങനെ ലാസ്റ്റ് സെമസ്റ്റർ എക്സാമാണ്. അപ്പോഴത്തേനും ഇനിയിപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഇനി ഞാൻ ഫെയിലായിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ സ്റ്റുഡൻറ്റ് വിസ റിന്യൂ ചെയ്യേണ്ടി വരും. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് ടെൻഷനൊന്നും വന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം കഴിഞ്ഞ ആ ഒരു സമയത്ത് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഭയങ്കര ഓവർ എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ഗ്രാജുവേഷനെ പറ്റി, എൻ്റെ പപ്പയും മമ്മിയൊക്കെ ഗ്രാജുവേഷന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗ്രാജുവേഷനെ പറ്റിയിട്ടാണ് കൂടുതൽ ചിന്തിക്കുന്നത്. മൊത്തം ഗ്രാജുവേഷൻ കഴിയുമ്പോൾ ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെ പോസ്റ്റ് ഇടണം, ഇതൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി കൂടുതൽ ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ മാതാവ് എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്തതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ബ്ലെസ് ചെയ്തതുകൊണ്ട് മാത്രമാണ് നീ 2 കൊല്ലം ഇവിടെ അസൈൻമെൻ്റ് എല്ലാം പാസ്സായി ഇവിടെ സർവേ ചെയ്തത്. ഇപ്പം നീ ഇങ്ങനെ വേറെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക അല്ലേ എന്ന് മാതാവിനെ റിമൈൻഡ് ചെയ്തതാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴത്തേനും എന്നാലും എനിക്ക് ഉടമ്പടി എടുക്കാൻ പേടിയായിരുന്നു. അപ്പം ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇടാമെന്ന് വിചാരിച്ച് ലാപ്ടോപ്പ് പറഞ്ഞു. അപ്പോൾ എനിക്ക് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ എന്ത് ചെയ്താൽ എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഉടമ്പടിയുടെ ആ ഒരു സെക്ഷൻ ഞാൻ ഓപ്പൺ ചെയ്തു. അപ്പോഴത്തേനും
എന്നിട്ട് ഉടമ്പടി 6 നിയോഗമൊക്കെ വെക്കാൻ പറഞ്ഞു. എനിക്ക് എന്താ വെക്കേണ്ടതെന്നൊന്നും അറിയത്തില്ല. ഞാൻ ആകെ ആദ്യത്തെ നിയോഗം ഈ അസൈൻമെൻറ്റ് എനിക്ക് എങ്ങനെയും ഡിസംബറിൽ കോഴ്സ് കഴിഞ്ഞ് പാസ്സാകണമെന്ന് വെച്ചു. ബാക്കി എനിക്ക് സമാധാനം വേണം, മനസ്സമാധാനം വേണമെന്ന് മാത്രമേ ഞാൻ എഴുതിയുള്ളൂ. വേറെ ഞാൻ നിയോഗമൊന്നും എഴുതിയില്ല. അങ്ങനെ എന്നിട്ട് ഞാൻ ഇതുപോലെ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇപ്പം എൻ്റെ റിസൾട്ടിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നാളെ എനിക്ക് ക്ലാസ്സുണ്ട്. ക്ലാസ്സിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും എന്നെ പഠിപ്പിക്കുന്ന ആ ടീച്ചർ ഒരു ഗ്രേ കളർ, ഞാൻ ഇങ്ങനെ സാക്ഷ്യത്തിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അപ്പം ഗ്രേ കളറുള്ള ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുവാണെങ്കിൽ മാതാവ് അവിടുത്തെ എൻ്റെ എല്ലാ തടസ്സവും മാറ്റി എൻ്റെ അസൈൻമെൻറ്റിന് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാകുമെന്ന്, അതൊരു അടയാളമായിട്ട് എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം യൂണിവേഴ്സിറ്റിയിൽ പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരുടെയും ഇതുപോലെ പലരും ഫെയിലായി. പിന്നെ കുറേ പേരുടെ അസൈൻമെൻറ്റ് ഇതുപോലെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. എല്ലാവരും ഭയങ്കര സ്ട്രെസ്സായിട്ടായിരിക്കണേ. അപ്പോഴത്തേനും ക്ലാസ്സിൽ ടീച്ചർ കയറി വന്നു. അപ്പോൾ ഈ ടീച്ചർ ഒരു ഗ്രേ കളർ സ്കേർട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എനിക്ക് അടയാളം തന്നു, എൻ്റെ അസൈൻമെൻറ്റിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ പാസ്സാകുമെന്ന് എനിക്ക് ഉറപ്പായി. അപ്പോൾ അന്ന് വൈകുന്നേരം എനിക്ക് സൂമിൽ ഓൾറെഡി ഒരു സെഷൻ ഈ ടീച്ചറും കോഴ്സ് കോർഡിനേറ്ററുമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നിട്ട് ഒരു ടെൻഷനൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ കാശ് രൂപം പിടിച്ചുകൊണ്ട് ഇവരോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെയൊക്കെയാണ് ഞാൻ റെഫറൻസിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ അത് ഡിക്ലെയർ ചെയ്താൽ മതി, അപ്പം കുഴപ്പമൊന്നുമില്ല. പിന്നെ അവരെന്നോട് സോറി പറഞ്ഞു, ഇങ്ങോട്ട് സ്ട്രെസ് ആക്കിയതിന് സോറി പറഞ്ഞു. എന്നിട്ട് അടുത്ത അസൈൻമെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അതൊന്നും അങ്ങനെയൊന്നും അവർ പറഞ്ഞു തരാത്ത, അതും കൂടെ എനിക്ക് ആ സൂം സെക്ഷനിൽ അവരിങ്ങോട്ട് പറഞ്ഞു തന്ന്. അപ്പം അതുപോലെ എൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേനും പലരും ഫെയിലായ അസൈൻമെൻറ്റ് എനിക്ക് 70% മാർക്കുണ്ടായിരുന്നു. അപ്പോൾ അത്രയും വലിയൊരു അനുഗ്രഹം തന്ന അമ്മ മാതാവിന് ഒരുപാട് നന്ദി. പിന്നെ അപ്പം അതിനുശേഷം ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ എനിക്ക് ഉടമ്പടി എന്നുള്ള പേടി, അത്രയും നാളെ എനിക്ക് ഉടമ്പടി എടുക്കാൻ പേടിയായിരുന്നു. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എനിക്ക് പിന്നെ എന്താ പറയുക, എനിക്ക് ഭയങ്കര സമാധാനമാണ്. എനിക്ക് പിന്നെ എന്തെങ്കിലും എനിക്ക് സ്ട്രെസ് ഫീൽ ചെയ്താൽ ഞാൻ ധ്യാനം കൂടും. യൂട്യൂബിൽ വേറെ എന്തെങ്കിലും വീഡിയോ കാണുന്നതിന് പകരം ഞാൻ വേറെ എന്തെങ്കിലും വീഡിയോ കാണാൻ വേണ്ടി ആയിരിക്കും എടുക്കുന്നത്. പക്ഷേ അവസാനം ഞാൻ അത് നിർത്തിയിട്ട് കൃപാസനത്തിൻ്റെ സാക്ഷ്യം അല്ലെങ്കിൽ അച്ഛൻ്റെ ധ്യാനമൊക്കെ കാണും. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അച്ഛൻ്റെ ധ്യാനം വെച്ച് കഴിയുമ്പോഴത്തേനും കറക്റ്റായിട്ട് എനിക്ക് എന്താണോ വേണ്ടത് അത് തന്നെ അച്ഛൻ പറയും ആ ധ്യാനത്തിൻ്റെ അകത്ത്. അങ്ങനെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ അതുപോലെ എനിക്ക് ഓസ്ട്രേലിയയിൽ നമുക്ക് കോഴ്സ് കഴിഞ്ഞ് ഞാൻ മാസ്റ്റർ ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞൊരു കോഴ്സാണ് പഠിച്ചത്. അപ്പം നമുക്ക് ടീച്ചിങ് ലൈസൻസ് എടുക്കണമെങ്കിൽ നമുക്ക് അവിടെ VIT രജിസ്ട്രേഷൻ എടുക്കണം. അപ്പോൾ രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ നമുക്ക് IELTS വളരെ ഉയർന്ന ഒരു സ്കോർ വേണം. അപ്പം നമ്മളിവിടെ ഓസ്ട്രേലിയ പഠിക്കാൻ പോകാൻ വേണ്ടി തന്നെ നമ്മൾ IELTS 877 എന്നുള്ള അത്രയും സ്കോർ, അത് PTE അല്ലെങ്കിൽ IELTS അത്രയും സ്കോർ മേടിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്, അതും ഇംഗ്ലീഷ് ടെസ്റ്റാണ്, അതും എഴുതും. പിന്നെ ഈ ലാൻഡേറ്റ് എന്നും പറഞ്ഞ് അതിലും ഇംഗ്ലീഷ് ടെസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഓൾറെഡി 3 ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സായിട്ടാണ് നമ്മളവിടെ പഠിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ഇതുണ്ടായിരുന്നു, ഇതെന്തിനായി വീണ്ടും ഇംഗ്ലീഷ് ടെസ്റ്റ് ഇങ്ങനെ, ഇത് മാതാവേ ഇത് എന്തൊരു അൺഫെയർ ആയി ഗവൺമെൻറ് ചെയ്യുന്നത്, ഇവർക്ക് ഈ നിയമം ഒന്ന് മാറ്റിക്കൂടെ എന്ന് ഞാൻ മാതാവിനോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. ഞാൻ ആക്ച്വലി അവിടുത്തെ ഈ VITക്കൊക്കെ ഇമെയിലൊക്കെ അയച്ചിട്ടുണ്ട്, പക്ഷേ ഇമെയിലൊന്നും പോയിട്ടൊന്നുമില്ല. അവസാനം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എന്തെങ്കിലും ഒരു നിയമം ഒന്ന് മാറ്റണം, അവിടെ പഠിച്ചവർക്ക് വീണ്ടും IELTS എഴുതണ്ട, പഠിച്ചവർക്ക് എല്ലാവർക്കും രജിസ്ട്രേഷൻ കിട്ടുമെന്നൊരു റൂൾ അവിടെ വരണമെന്നും പറഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഫലമായിട്ടുണ്ട്. പക്ഷേ ഞാൻ പിന്നെ പോയി IELTS എഴുതി എനിക്ക് എല്ലാത്തിനും ഭയങ്കര സ്കോർ കിട്ടി, ഒരെണ്ണത്തിന് മാത്രം കിട്ടിയില്ല. അപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി അതെന്തായിരിക്കും അങ്ങനെ വന്നേന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ മാതാവിനെ കാശ് രൂപമൊക്കെ പിടിച്ച് പോയതാണല്ലോ, എൻ്റെ ഒരെണ്ണത്തിന് മാത്രം കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും അന്ന് തന്നെ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ നിയമം മാറിയ ഒരു നോട്ടിഫിക്കേഷൻ എനിക്ക് വന്നു. അതായത് ഇനി തൊട്ട് അവിടെ പഠിച്ചവർക്ക് വീണ്ടും ഇംഗ്ലീഷ് റിക്വയർമെൻറ്റ് ഇംഗ്ലീഷ് ടെസ്റ്റ് വീണ്ടും എഴുതേണ്ട കാര്യമില്ല. അതായത് എനിക്ക് നേരിട്ട് ആപ്ലിക്കേഷൻ അയക്കാം. ഈ നിയമം സ്റ്റാർട്ടാകുന്നത് ഡിസംബർ 7-ാം തീയതി 2024 തൊട്ടായിരുന്നു. അപ്പോൾ ആ ഡിസംബർ 7 കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് മാതാവായിട്ട് മാറ്റിയതാണ്, മാതാവ് എനിക്ക് വേണ്ടിയിട്ട് ഓസ്ട്രേലിയയിലെ നിയമം തന്നെ മാറ്റിയെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം അതിന് മാതാവിനോട് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് എനിക്ക് ഫിനാൻഷ്യലി എന്നെക്കൊണ്ട് ഓസ്ട്രേലിയയിലായത് കാരണം ഞങ്ങൾക്ക് ലിമിറ്റേഷനുണ്ട്. അപ്പം ഫിനാൻഷ്യലി എന്നെക്കൊണ്ട് സാധിക്കുന്നവർക്കൊക്കെ ഞാൻ ഓൺലൈനിലായിട്ട് സഹായിക്കാറുണ്ട്. അവിടെ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെ ഞാൻ എല്ലാ മാസവും അവർക്കൊരു എമൗണ്ട് ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യാറുണ്ട്. അതാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന കാരുണ്യപ്രവൃത്തി. ഉടമ്പടി എടുത്തത് വഴിയായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതായത് ഞാൻ എന്ത് കാര്യങ്ങൾ എല്ലാ കാര്യത്തിനും ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ, ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും മാതാവ് കൂടെ ഉണ്ടാകും. മാതാവ് അതിനൊരു ഇപ്പോൾ എന്തെങ്കിലും എന്ത് കാര്യത്തിനൊരു
താമസം ഉണ്ടായാലും ഒരു തടസ്സം ഉണ്ടായാലും അത് എന്തെങ്കിലും വലുത് എനിക്ക് തരാൻ വേണ്ടിയിട്ടുള്ള തടസ്സമാണെന്ന് അങ്ങനെ ഒരു തോട്ട് എനിക്കിപ്പോൾ ഉണ്ട്. പിന്നെ എന്ത് തടസ്സം വന്നാലും അത് മാതാവ് നോക്കിക്കോളൂ എന്ന് എനിക്ക് ഉറപ്പാണ്. ഇന്ന് ഇപ്പം ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു, ഞാൻ കുറച്ച് നിയോഗങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്ക് ഉറപ്പാണ് മാതാവ് അതൊക്കെ സാധിച്ചു തരും എന്നുള്ളത്. ഇനിയിപ്പോൾ എത്ര താമസം വന്നാലും എനിക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ല. കാരണം എനിക്ക് ഉറപ്പാണ് ഇപ്പം ഇനിയിപ്പോൾ അതല്ല മാതാവ് വിചാരിച്ചില്ലെങ്കിൽ അതിലും ഞാൻ എഴുതിയേക്കുന്നതല്ല മാതാവിന് വേണ്ടതെങ്കിൽ മാതാവ് എന്താണോ, മാതാവും ഈശോയും എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് അത് തന്നെ സംഭവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന ഈശോയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി. സങ്കീർത്തനങ്ങൾ 139 16 മുതൽ 18 വരെ തിരുവചനങ്ങൾ. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. ദൈവമേ, അവിടുത്തെ ചിന്തകൾ എനിക്കെത്ര അമൂല്യമാണ്, അവ എത്ര വിപുലമാണ്. ഞാൻ എണ്ണാൻ നോക്കിയാൽ അവ മണൽത്തരികളേക്കാൾ അധികമാണ്. ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ കൂടെ ആയിരിക്കും. മെർലിൻ ലൂക്കോസ് എന്ന ഈ മകൾ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഗ്രഹത്തെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ പറയുന്നുണ്ട്, ഓസ്ട്രേലിയയിൽ പഠിക്കുവാൻ പോകുന്ന വിസ മകൾക്ക് ലഭിച്ച അനുഭവം, അവിടെ ചെന്ന ഓരോ പരീക്ഷകളും സമയാസമയങ്ങളിൽ റിപ്പീറ്റൊന്നുമില്ലാതെ വിജയിച്ച അനുഗ്രഹം. ഒരു റിസൾട്ട് വിധികളുടെ ചെയ്തപ്പോൾ ഉടമ്പടി എടുത്തതിൻ്റെ അടുത്ത ദിവസം തന്നെ അത് നല്ല മാർക്കോടുകൂടി വിജയിക്കുവാൻ അമ്മ നൽകിയ സഹായം. അതോടൊപ്പം അവിടെ ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലും അമ്മ മാതാവ് മകളെ സഹായിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു നിയമം തന്നെ മാറ്റിക്കൊണ്ട് അതും അമ്മ മാതാവിൻ്റെ ഡിസംബർ 7 എന്ന തീയതിയിൽ പുതിയ അവിടെ പഠിച്ചവർക്ക് പരീക്ഷ എഴുതാതെ മുന്നോട്ട് ജോലിക്ക് വേണ്ടി പ്രവേശിക്കുവാനുള്ള വഴികൾ തുറന്നു കൊടുത്ത സാക്ഷ്യം. ഇതെല്ലാമാണ് മകൾ ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ഇതിൻ്റെ പ്രത്യേകത, മകൾ അമ്മയുടെ അരികിൽ ആദ്യം മറുതലിച്ച് വന്ന മകളാണ്. അമ്മയോടൊപ്പം ഇവിടെ കൃപാസന മാതാവിൻ്റെ അരികിൽ പ്രാർത്ഥനയ്ക്കും ഉടമ്പടിക്കും വേണ്ടി വരുമ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾ കാണുകയും ആൾത്തിരക്ക് കണ്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ മറുതലിച്ചു പോയ വ്യക്തിയാണെന്ന് അവൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വീണ്ടും അമ്മ കൊടുത്ത കൃപാസന മാതാവിൻ്റെ ഒരു കാശ്രൂപവുമായിട്ട് അവളുടെ ആ ജീവിതം, അവളുടെ വിദേശത്തേക്കുള്ള യാത്രയും ജീവിതവും തുടങ്ങിയ മകളുമാണ്. അവൾ ഓരോ തവണയും ആവശ്യം വരുമ്പോൾ കാശ്രൂപം പിടിച്ച് മാതാവിനോട് പ്രാർത്ഥിക്കുകയും എന്നാൽ മാതാവിൻ്റെ സംരക്ഷണയിൽ നിരന്തരം നിലനിൽക്കുവാനായി ഒരു തീരുമാനമെടുക്കാതെ ജീവിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അതാണ് ആ സാക്ഷ്യത്തെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് എങ്കിൽ ഒന്നിനു പിറകെ ഒന്നായി അമ്മയെ വിളിച്ചു പ്രാർത്ഥിച്ചപ്പോഴൊക്കെയും അമ്മയോട് ഇടയ്ക്ക് കലഹിക്കുന്നവളും അകന്നു മാറുന്നവളുമാണെങ്കിൽ കൂടിയും അമ്മ മകളെ സഹായിക്കുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരവസ്ഥയാണ്. നമുക്കൊരുപക്ഷെ വിശ്വസ്തതയുള്ള ഒരു ബന്ധമോ സ്നേഹമോ ഉടമ്പടിയോടോ ഒരുപക്ഷെ കൃപാസന മാതാവിനോടോ ഉണ്ടാവണമെന്നില്ല. എന്നാൽ ജീവിതത്തിൻ്റെ ഒരു അത്യാവശ്യ നേരത്ത് കണ്ണീരോടെ അമ്മയുടെ സന്നിധിയിൽ നാം വന്നണയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അമ്മ നമ്മുടെ ജീവിതത്തിന് എന്നേക്കുമുള്ള ഓർമ്മപ്പെടുത്തലായി നമ്മുടെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് ഈശോയ്ക്ക് കൊടുത്ത് അനുഗ്രഹിച്ച് നമ്മളെ പറഞ്ഞയക്കും. കാരണം പിന്നീട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പിന്നീടൊരവസരത്തിൽ ജീവിതത്തെ തിരിച്ചറിയുവാൻ, അമ്മയുടെ സംരക്ഷണത്തെ ഓർക്കുവാൻ, ഒരു ആപത്ത് കാലത്ത് അല്പം പോലും ക്ലേശിക്കാതെ അമ്മയിൽ ആശ്രയിക്കുവാൻ വേണ്ടി അമ്മ ബോണസായി മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് സുരക്ഷിതമാക്കുകയും പ്രത്യാശ വയ്ക്കുവാനൊരിടമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ ഒന്ന് വിടുകയും ചെയ്യുന്നതാണ്. അത് ശരിക്കും നമുക്കത് ഒരു ആകാശത്ത് പറക്കുന്ന പട്ടത്തിൽ കെട്ടിയിരിക്കുന്ന നൂല് പോലെയാണ്. കാരണം അത് പട്ടം ആകാശത്തിങ്ങനെ പാറിക്കളിക്കുമെങ്കിലും അതിൻ്റെ ആ ഒരു പിടുത്തം കൃത്യമായും അമ്മ മാതാവിൻ്റെ കയ്യിലുണ്ട്. എത്ര കണ്ട് നീ ദൂരെ ഓടിക്കളിച്ചാലും, നീ എത്ര കണ്ട് എന്നെ അകറ്റിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാലും എന്നിലേക്ക് ആശ്രയിച്ച് വരുന്നില്ലെങ്കിൽ അതിന് ഒരു ക്ലേശകാലം കൂടി ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അത് ചിലപ്പോൾ അത് വിച്ഛേദിച്ച് എങ്ങും ലക്ഷ്യമില്ലാതെ പോയേക്കാം. പക്ഷേ അത് അമ്മയുടെ സംരക്ഷണയിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ കൂടുതൽ സുരക്ഷിതമാക്കും. കൂടുതൽ അമ്മ മാതാവ് ജീവിതത്തെ സഹായിച്ചുകൊണ്ട് അനുഗ്രഹങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. മകൾ പറഞ്ഞു, അവരുടെ ഒരു റിസൾട്ട് വിധികളുടെ ചെയ്തപ്പോഴാണ് AI ഉപയോഗിച്ചു, അത് അക്നോളജ് ചെയ്തില്ല. അതുകൊണ്ട് ഒരു റിസൾട്ട് വിധികൾ ചെയ്യുമ്പോഴാണ്
അവളാകെ പരിഭ്രമിക്കുന്നത്. അവൾ അതിൻ്റെ സാഹചര്യം കൂടി സൂചിപ്പിച്ചു. അവളുടെ അവസാന വർഷ റിസൾട്ട് വരികയാണ്. മാതാപിതാക്കൾ ഗ്രാജുവേഷന് വേണ്ടി ഓസ്ട്രേലിയയിലേക്ക് വരികയാണ്. അത് എങ്ങനെ ഏറ്റവും ഭംഗിയാക്കാമെന്ന് കരുതി അതിൻ്റെ ഒരു ആഘോഷത്തിലും അതിൻ്റെ ഒരു ക്രമീകരണവുമൊക്കെ മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഒരു പരീക്ഷയിലുള്ള വിജയം തടഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഗ്രാജുവേഷൻ നടക്കില്ല എന്ന അവസ്ഥ വരുന്നത്. അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് മകൾ ഉടമ്പടി എടുക്കുന്നത്. ഓൺലൈൻ ഉടമ്പടി എടുത്ത് അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ ജീവിത വിഷയത്തെ വിട്ടുകൊടുത്തുകൊണ്ട് സഹായിക്കുവാൻ അമ്മയോട് ഏൽപ്പിക്കുന്നത്. അമ്മ നമ്മൾ എപ്പോഴും ദുരന്തങ്ങൾ വരുന്നു പ്രാർത്ഥിക്കണമെന്ന സന്ദേശം അച്ചിട്ടതുപോലെ നമ്മുടെ ജീവിതത്തെ എപ്പോഴാണോ മുന്നോട്ടുള്ള ഗതിയെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ ദുരന്തം വന്ന ജീവിതത്തിൽ മുൻപിൽ നിൽക്കുമ്പോൾ അമ്മ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സഹായിക്കും. അതാ മകൾ പറഞ്ഞത്, ഉടമ്പടി എടുത്തു, അടുത്ത ദിവസം തന്നെ കാര്യങ്ങൾ മനസ്സിലായി, അതിൻ്റെ ക്ലാരിഫിക്കേഷൻ കൊടുത്തു, പരീക്ഷ വിജയിച്ചുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. രണ്ടാമത്തെ വിഷയം, മകള് വീണ്ടും ഒരു പരീക്ഷ, ലാംഗ്വേജ് പരീക്ഷ എഴുതേണ്ട അവസ്ഥ വന്നു. പല ലാംഗ്വേജ് പരീക്ഷ എഴുതിയിട്ടാണ് പഠനം പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ആവശ്യമില്ലാത്തൊരു പരീക്ഷയാണെന്ന് അവൾ തന്നെ ഒത്തിരി തവണ സ്വയം ചിന്തിക്കുന്നുണ്ട്. മാതാവിൻ്റെക്ക് പറയുന്നതും അതുതന്നെയാണ്, ഞാനിപ്പോൾ പരീക്ഷ എഴുതാം, എൻ്റെ പുറകെ വരുന്നവർക്കെങ്കിലും ഈ പരീക്ഷ ഒഴിവാക്കി കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ലാംഗ്വേജ് പരീക്ഷ പാസ്സാക്കുന്നവർക്ക് ഈ ഗ്രാജുവേഷൻ കഴിയുമ്പോൾ ജോലിയിലേക്ക് നേരിട്ട് പ്രവേശിക്കുവാനുള്ള വഴി തുറന്നു കൊടുക്കണം. മകൾ പറയുന്നുണ്ട്, ഞാൻ എഴുതി, പക്ഷേ എനിക്ക് ഒരു മൊഡ്യൂളിൽ മാർക്ക് കുറവായിരുന്നു. എന്നാൽ അതേ സമയം തന്നെ അമ്മ മാതാവിനെ സഹായിച്ചത് മനസ്സിലാക്കിയത് ഡിസംബർ 7-ാം തീയതി ആ നിയമം തന്നെ രാജ്യത്തെടുത്തു മാറ്റി. അവിടെ പഠിച്ചവർക്ക് ലാംഗ്വേജ് പരീക്ഷയില്ലാതെ ആ വർഷം മുതൽ തന്നെ തുടർ പഠനവും ജോലിക്ക് വേണ്ടിയും മുന്നോട്ട് പോകാമെന്ന്. പ്രിയമുള്ളവരെ, കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന പരിശുദ്ധമ്മയുടെ സവിശേഷമായ സാക്ഷ്യമാണ് മകൾ എടുത്തെടുത്ത് പറയുന്നത്. ഞാൻ അല്പം കുതറി മാറുമ്പോഴും എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മയുടെ സംരക്ഷണവും സഹായവും നൽകി എൻ്റെ ജീവിതത്തെ ശുഭകരമാക്കിയ, എൻ്റെ പഠനത്തെ വിജയത്തിലെത്തിച്ച, എൻ്റെ പരിശ്രമങ്ങൾക്ക് ഫലപ്രാപ്തി നൽകിയ പരിശുദ്ധമ്മയുടെ സംരക്ഷണത്തെക്കുറിച്ചാണ് ഈ മകൾ ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിൻ്റെ ഇടപെടലുകൾക്കും വിശ്വാസ ബോധ്യങ്ങൾക്കും ഉടമ്പടിയിൽ ആഴപ്പെട്ട് നിൽക്കുവാൻ മകൾക്ക് കൊടുത്ത ആ സന്മനസ്സിനും, അതോടൊപ്പം ഇന്നലെ വന്നെങ്കിൽ ഇന്ന് തന്നെ ഇവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്ത് അമ്മ നൽകിയ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുവാൻ മകൾക്ക് നൽകിയ തീഷ്ണതയ്ക്കും അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും.